അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വൈകിയതിന് സോറി. കുറേ ക്ലാസ്സുകൾ നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യുകയുണ്ടായി. പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ജയ്പൂരാണ്. അവിടെ പുതിയ ജോലി ആയതുകൊണ്ട് അത് സെറ്റ് ചെയ്യാനൊക്കെ കുറച്ച് സമയം എടുത്തു എന്നുള്ളത്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഒരുപാട് പ്രശ്നം കൊണ്ട് കാര്യങ്ങൾ ശരിയായില്ല. നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയില്ല. അതിനാദ്യം ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു പ്രശ്നം ഈ ക്ലാസ്സിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ്. ഞാൻ നിങ്ങൾക്ക് തന്ന ഇഗ്നോ നോട്ടിൽ ഇല്ല, ഇത് വേറെ നോട്ടാണുള്ളത്. അത് ഞാൻ ഇഗ്നോൻ്റെ തന്നെയാണ്. അത് ഞാൻ ഇന്ന് ഗ്രൂപ്പിലിടാം. അപ്പോൾ എല്ലാവരും അതും കൂടി വായിക്കണം. പിന്നെ കുറച്ചും കൂടി ഒന്ന് ലെങ്തിയാണ് ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയുന്നത്. ഇതിൽ കുറച്ച് ഭാഗത്തിൽ ആദ്യത്തെ ഒരു 4-5 സ്ലൈഡ് ഇതെന്താണ് ഓർഗനൈസേഷൻ കൾച്ചർ എന്നും ഒക്കെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പാടുപെടുന്നുണ്ട് ആ നോട്ടിൽ തന്നെ. അപ്പോൾ അത് എനിക്ക് എടുക്കാതെ വേറെ നിവൃത്തിയില്ല. ഓക്കെ, അതിൻ്റെ ഉദാഹരണം എന്താ വെച്ചാൽ, നമ്മൾ ഈ ഗോവിന്ദ മാഷ് പറയില്ലേ, അമൂർത്തമായ സങ്കല്പവും മൂർത്തമായ സങ്കല്പവും, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഈ ഓർഗനൈസേഷൻ കൾച്ചറിന്. അതായത് നമുക്ക് ഇതൊരു അമൂർത്തമായ സങ്കല്പമാണ്, മൂർത്തമായ സങ്കല്പമല്ല. അത് പറയുന്നത് എന്താ വെച്ചാൽ, അതായത് നമുക്ക് നേരിട്ട് കണ്ട് ഇതാണ് ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് കുറേ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് നമുക്ക് ഒന്ന് ഇൻഫർ ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ, ഇതാണല്ലേ കൾച്ചർ എന്നൊക്കെയുള്ളത്. അപ്പോൾ ഓർഗനൈസേഷൻ കൾച്ചറിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് നമുക്ക് ഇതേ പ്രശ്നം തന്നെ നമുക്ക് സാധാരണ കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹ്യൂമൻ്റെ കൾച്ചർ എന്ന് പറയുന്നതിലുണ്ട്. അത് ഈ പ്രശ്നം അതിലുണ്ട്. അപ്പോൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പെട്ടെന്ന് കൾച്ചർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അത് ഉൾക്കൊള്ളാം, ഒരാളെ പറഞ്ഞ് കൊടുക്കാനും പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ചില ആൾക്കാർ പറയും എന്തെങ്കിലും ബിഹേവിയർ ശരിയായില്ലെങ്കിൽ കൾച്ചർലെസ് ഫെല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ആക്ച്വലി എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ, ആ വ്യക്തിയുടെ മാനേഴ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, കൾച്ചറില്ലാതെ പെരുമാറി എന്നൊക്കെ. അപ്പോൾ അത് മാത്രമാണോ, ഈ മാനേഴ്സ് മാത്രമാണോ കൾച്ചർ? അല്ലല്ലോ. നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജി കൾച്ചറാണ്. അതിലേക്ക് എത്തിപ്പെട്ട നമ്മുടെ ഐഡിയോളജി ഒക്കെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഉള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വേറെ തരത്തിൽ നമുക്ക് എങ്ങനെ കൾച്ചറിനെ മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഭാരതത്തിലെ അല്ലെങ്കിൽ ആ ഒരു കൾച്ചർ വെച്ച് നമ്മൾ മുതിർന്നവരെ ബഹുമാനിക്കുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു ബസ്സിൽ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഏതെങ്കിലും വയസ്സായ വ്യക്തി വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് എണീറ്റ് കൊടുക്കും. അത് നമ്മുടെ ഒരു കൾച്ചറാണ്. പക്ഷെ നമുക്ക് ഒരു യൂറോപ്പിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവർ വിചാരിക്കും, ഓക്കെ, നിങ്ങൾ അവർക്കത് ദേഷ്യം വരിക ചെയ്യുക. കാരണം അവരെ ഒരു തരം താഴ്ന്ന രീതിയിൽ കാണുന്നതായിട്ടാണ് അവർ അതിനെ ഉൾക്കൊള്ളുക. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ആൾക്കാരെ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു, അവരെ എങ്ങനെ ബഹുമാനിക്കുന്നു, അതൊക്കെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് വരും. ഇനി വേറൊരു വളരെ പ്രധാനപ്പെട്ട ഉദാഹരണം നമ്മൾ മലയാളികളുടെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ നമ്മുടെ കലകളാണ്. ഓക്കെ, നമ്മൾ ഒരു കലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വാദ്യോപകരണങ്ങളുടെ കല, ലൈക്ക് പഞ്ചവാദ്യം, പഞ്ചാരിമേളം, ഇങ്ങനെയൊക്കെയുള്ള വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു കല, ഇത് ആക്ച്വലി നാട്ടിൽ വേറൊരു സ്ഥലത്തും അത്തരത്തിലുള്ള കലകളില്ല. മീൻസ് ബാൻഡുകളുണ്ട്, കൊട്ടുകളുണ്ട്, മ്യൂസിക് ഉണ്ട്. പക്ഷെ ഒരു വളരെ ജനറലായിട്ട് ഒരുപാട് സ്ഥലത്ത് ഇത്രയും അധികം അതായത് ഇതിൻ്റെ ടെക്നിക്കാലിറ്റി വളരെ കൂടുതലാണ് അല്ലേ. നമുക്ക് പഞ്ചവാദ്യത്തിലൊക്കെ അതിൻ്റെ കാലങ്ങൾ, അത് ഏത് രീതിയിലാണ് കൊട്ടുന്നത്, അത്രയും ചിട്ടയായിട്ടുള്ള ഒരു രീതി ഉണ്ട്. അത്തരത്തിലൊരു ചിട്ടയായ രീതിയിൽ മേളങ്ങളുള്ള വേറെ സ്ഥലങ്ങളില്ല എന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. എനിക്ക് എൻ്റെ അറിവില്ല, ഇനി ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഉണ്ടോ എന്ന് അറിയില്ല. പക്ഷെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് ശ്രദ്ധിച്ചാലും അവരുടെ കൊട്ടിനൊരു ഏതെങ്കിലുമൊക്കെ ഒരു വളരെ ഇപ്പൊ പഞ്ചാബികളുടെ ആയാലും ശരി, നോർത്തിലായാലും ശരി, ഒരു കൊട്ടുണ്ടായിരിക്കും. ആ കൊട്ടിന് അപ്പുറത്തേക്ക് വലിയ രീതിയിൽ ഒരു താളോ കാലത്തിനോ അല്ലെങ്കിൽ ഇത്രയും ചിട്ടയായ രീതിയോ ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ കഥകളി ഒക്കെ ഉപയോഗിക്കുന്ന രീതി, ഇതൊക്കെ ഒരു അതിൻ്റെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതേപോലെ തന്നെ എത്രത്തോളം നിങ്ങൾ അന്ധവിശ്വാസത്തിലാണ്, ഒരു കാര്യത്തിന് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണ്, നിങ്ങൾ എത്രത്തോളം എന്താ പറയുക, ദൈവത്തിന് അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു,
കൾച്ചറുകൾ. ചില സ്ഥലങ്ങളിൽ എങ്ങനെയാണ് മനുഷ്യനാണ് കൾച്ചർ, അതായത് നമ്മുടെ മാനവികതയുടെ കൾച്ചർ, പുതിയ നമ്മുടെ നവോത്ഥാനമൊക്കെ എങ്ങനെ വന്നതെന്ന് നമ്മൾ ഹിസ്റ്ററിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ, അതൊരു കൾച്ചറിൻ്റെ ഭാഗമാണ്. അതായത് മനുഷ്യനാണ് ഏറ്റവും വലുത്, മനുഷ്യനാണ് ഈ നമ്മുടെ ജീവിതത്തിൻ്റെ സെൻട്രൽ ആയിട്ടുള്ള പാർട്ട്. അല്ലെങ്കിൽ രാജാവോ ദൈവമോ അവർ പറയുന്ന ഭക്തിയോ ഒന്നുമല്ല എന്നുള്ള രീതിയിൽ ഓറിയന്റേഷനുള്ള കൾച്ചർ. ഓക്കെ, അപ്പൊ ഇത്തരത്തില് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കൾച്ചർ എന്നുള്ള സാധനത്തിലുണ്ട്, ആ ഒരു വാക്കിലുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഹ്യൂമൻ കൾച്ചറിന്റെ കാര്യം എന്തിന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ കുറച്ച് നാള് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കൾച്ചർ എന്ന് നമുക്ക് മനസ്സിലാവാൻ സാധിക്കണം. ഓക്കെ, നിങ്ങളൊരു മാനേജറാണോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ ഈ കൾച്ചറിൽ സ്വാധീനം ചെലുത്താനും നിങ്ങൾക്ക് സാധിക്കണം. അതിൽ ഏതൊക്കെയാണ് നല്ല കൾച്ചറുകൾ, എന്താണ് ഡെവസ്റ്റേറ്റീവ് ആയിട്ടുള്ള കൾച്ചർ വരിക, അതുപോലെ തന്നെ ഏതൊക്കെ പ്രോസസ്സ്, ഏതൊക്കെ രീതിയിലാണ് അവിടുത്തെ വർക്ക് നടക്കുന്നത്, അവരുടെ ഗോൾസ് എന്താണ്, ഇതൊക്കെ അനുസരിച്ച് കൾച്ചറുകൾ മാറിക്കൊണ്ടും വരും. ഓക്കെ, അപ്പൊ ഏത് ലക്ഷ്യമാണ് നിങ്ങൾക്കുള്ളത് അതിനനുസരിച്ചുള്ള കൾച്ചർ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ അല്ലെങ്കിൽ ഒരു മാനേജറുടെ ഒരു കഴിവാണ്. ഓക്കെ, അതിനാണ് നമ്മൾ ഈ ഓർഗനൈസേഷൻ കൾച്ചർ പഠിക്കുന്നത്. നമുക്ക് തുടങ്ങാം. ഈ ടേം ഓർഗനൈസേഷൻ കൾച്ചർ എന്നുള്ള ഒരു ടേം കൊണ്ടുവന്നത് എലിയറ്റ് ജാക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. 1951 അദ്ദേഹത്തിന്റെ ദ ചേഞ്ചിങ് കൾച്ചർ ഓഫ് എ ഫാക്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകത്തിൽ. ചില ആൾക്കാർ എങ്ങനെയാണ് ഇത് പറയുന്നത് നോക്കാം. നമുക്ക് ഓർഗനൈസേഷൻ കൾച്ചർ ജനറലി ഇൻക്ലൂഡ്സ് ഓർഗനൈസേഷന്റെ വാല്യൂസ്, നോംസ്, അതുപോലെ തന്നെ ഒരു മെമ്പറുടെ ബിഹേവിയർ ഗൈഡ് ചെയ്യുന്ന എക്സ്പെക്ടേഷൻസും ഫിലോസഫിയും. ഓക്കെ, അവർ എന്തൊക്കെയാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അതുപോലെ തന്നെ ഏത് ഫിലോസഫിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള രീതി, ഇതൊക്കെ ഉൾക്കൊള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ എന്തിനാണെന്ന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. ഒറ്റൊരു വൺ ഫേസ്, ഇതൊരു മൾട്ടി ഫേസറ്റഡ് ആയിട്ടുള്ള ഒരു ആശയമാണ് കൾച്ചർ എന്ന് പറയുന്നത്. നീഡിൽ എന്ന് പറഞ്ഞ വ്യക്തി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓർഗനൈസേഷൻ കൾച്ചർ ഇൻക്ലൂഡ്സ് ഓർഗനൈസേഷന്റെ വിഷൻ, വാല്യൂസ്, നോംസ്, സിസ്റ്റംസ്, സിംബൽസ്, ലാംഗ്വേജ്, അസംഷൻസ്, ബിലീഫ്സ് ആൻഡ് ഹാബിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ അസംഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുണ്ട്. നമ്മൾ എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം, ഇതൊരു അസംഷനാണ്. ഓക്കെ, അപ്പൊ അത്തരത്തിലെ ഒരു അസംഷൻ ഹോൾഡ് ചെയ്യുന്ന ഒരാളുടെ ബിഹേവിയർ എന്തായിരിക്കും എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ആ രീതിയിലുള്ള അസംഷൻസ് എന്തൊക്കെയാണ്? ഇതൊരു വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള അസംഷനാണ്. ഇതല്ലാതെ തന്നെ പല കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇപ്പൊ ഒരു സെയിൽസ് വരണമെങ്കിൽ എന്ത് അസംഷനാണ് അവർ ഹോൾഡ് ചെയ്യേണ്ടത്, ഇതൊക്കെ എന്നുള്ള നമുക്ക് കുറെ എക്സ്പീരിയൻസ്, നിങ്ങളെല്ലാവരും മിക്കവാറും ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവരൊക്കെ ആയതുകൊണ്ട് പല സ്ഥലങ്ങളിലും ഞാൻ പറയുന്നത് ജസ്റ്റ് വായിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു ക്യാമ്പൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തി എങ്ങനെയാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരിക എന്നുള്ളത്, ഒരു ഓർഗനൈസേഷന്റെ ഓർഗനൈസേഷൻ കൾച്ചറിന്റെ എസൻസ് ടാപ്പ് ചെയ്യുന്ന ഒരു 5 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ഒന്ന് ഇൻഡിവിജ്വൽ ഓട്ടോണമിയാണ്. ഓക്കെ, ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ് എടുക്കുന്നത്, അതുപോലെ എത്രത്തോളം സ്വാതന്ത്ര്യം ഉണ്ട് അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഈ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ്, സ്വയം കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ള എത്രത്തോളം ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്, ഇതൊക്കെ ഇൻഡിവിജ്വൽ ഓട്ടോണമിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ സ്ട്രക്ചർ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമ്മൾ വളരെ വൈഡായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഡിഗ്രി ഓഫ് ഫോർമലൈസേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം, സെൻട്രലൈസേഷൻ എന്താണെന്ന് അറിയാം, ഡയറക്റ്റ് സൂപ്പർവിഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ജസ്റ്റ് ഒന്ന് പറയാൻ, ഡിഗ്രി ഓഫ് ഫോർമലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂളുകളൊക്കെ എങ്ങനെയാണ് എത്രത്തോളം ഫോർമലി ആയിട്ട് വെച്ചിട്ടുണ്ട്, എത്രത്തോളം റൂൾസ് വളരെ റിജിഡായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനങ്ങൾ എവിടെ നിന്നാണ് എടുക്കുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നത് താഴെയുള്ള എംപ്ലോയീസും മാനേജ്മെൻറ്റും മ്യൂച്വലി ഡിസൈഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണോ, അതോ ടോപ്പ് മാനേജ്മെൻറ്റ് ഡിസൈഡ് ചെയ്ത് താഴേക്ക് പറയുന്ന ഒരു സെറ്റപ്പാണോ, അതൊക്കെയാണ് സെൻട്രലൈസേഷനിൽ നമ്മൾ പഠിച്ചത്. ഓക്കെ,
ഈ സെൻട്രലൈസേഷനും ഫോർമലൈസേഷനും ഒക്കെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചത് അത് മറന്നു പോകരുത് കേട്ടോ. ഈ ടേംസ് കണ്ടോ ഇപ്പോൾ ഉപകാരപ്പെടുന്നത്. ഇനി നമ്മൾ വീണ്ടും മാനേജ്മെന്റിൽ പഠിക്കുമ്പോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ടേംസുകളൊന്നും മറക്കരുത്. അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലുണ്ടായിക്കോളും. ഓക്കെ. അതുപോലെ തന്നെ റിവാർഡ് ഓറിയന്റേഷൻ. റിവാർഡ്സിനുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്, പ്രൊമോഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ അച്ചീവ്മെന്റ് ഓറിയന്റേഷൻ എങ്ങനെയാണ്, ഓക്കെ. എംഫസിസ് ഓൺ പ്രോഫിറ്റ് ആൻഡ് സെയിൽസ്, ഇതൊക്കെ റിവാർഡ് ഓറിയന്റേഷനിൽ വരുന്നതാണ്. കൺസിഡറേഷൻ, ഒരു എംപ്ലോയർ എങ്ങനെയാണ് ഒരു താഴെയുള്ള സബോർഡിനേറ്റിനെ ട്രീറ്റ് ചെയ്യുന്നത്, ഓക്കെ. അവർക്ക് അവരുടെ ചലഞ്ചസിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, ഒരു മെൻറ്റോറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അതോ നിങ്ങളുടെ തലയിൽ ഇട്ടിട്ട് ചെയ്യേ എന്ന് പറഞ്ഞ് ഭയങ്കര ആജ്ഞാപിക്കുന്നതും പ്രഷർ തരുന്നതുമായിട്ടുള്ള രീതിയിലാണോ? അപ്പം ഏത് രീതിയിലാണ് നിങ്ങളോടുള്ള ഒരു കൺസിഡറേഷൻ എന്നുള്ളതിനനുസരിച്ചിട്ടും ഒരു ഓർഗനൈസേഷൻ്റെ കൾച്ചർ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ്, ദ ഡിഗ്രി ഓഫ് കോൺഫ്ലിക്റ്റ് പ്രസന്റ് ഇൻ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പിയേഴ്സ് ആസ് വെൽ ആസ് വില്ലിംഗ്നെസ് ടു ബി ഹോണസ്റ്റ് ആൻഡ് ഓപ്പൺ ഇന്റർപേഴ്സണൽ ഡിഫറൻസസ്. ഒരു കമ്പനിയിലുള്ള ഒന്ന് കൊളീഗ്സ്, സഹപ്രവർത്തകർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് നിങ്ങൾ പോകുമ്പോൾ ചില കമ്പനികളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആരെങ്കിലും ഇല്ലാത്ത ആളെ ഭയങ്കരമായിട്ട് കുറ്റം പറയും. അയാൾ പോയി കഴിഞ്ഞാൽ അയാളുടെ കുറ്റം ബാക്കിയുള്ള ആൾക്കാർ ഇരുന്ന് പറയുന്ന തരത്തിലുള്ള കൾച്ചറുകൾ ഉണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ വളരെ ജെന്യൂൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പുള്ള സ്ഥലങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ അതായത് ഒരാൾ പോയി കഴിഞ്ഞാൽ അവരെ കുറ്റം പറയും അങ്ങനെ പറയില്ല എന്ന് മാത്രമല്ല, അവരെടുക്കുന്ന എഫേർട്ടിനെ ചിലപ്പോൾ വളരെ ജെന്യൂനായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അവർ എത്രത്തോളം ചലഞ്ചിലാണ് അവർ ജീവിക്കുന്നത്, എന്നിട്ടും വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും കൊളീഗ്സിന് ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾ അതൊക്കെ ഓപ്പണായിട്ട് പറയുകയൊക്കെ ചെയ്യുന്ന, ഏത് തരത്തിലും വേണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബിഹേവിയറും നമുക്ക് ഒരു ഓർഗനൈസേഷൻ കൾച്ചറിനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ ഒരു 6 മീനിങ്സ്, ഈ ബേസ്ഡ് ഓൺ സെവറൽ ഡെഫിനിഷൻസ്, ഒരുപാട് ഡെഫിനിഷൻസ് നോക്കിയിട്ട് ഷീൻസ് എന്ന് പറഞ്ഞ വ്യക്തി ഇതിൻ്റെ ഒരു 6 മീനിങ്, കൾച്ചർ എന്ന് പറഞ്ഞ ഇതിൻ്റെ മീനിങ് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡോമിനന്റ് വാല്യൂസ് വിച്ച് ആർ എസ്പൗസ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ. ഈ ഓർഗനൈസേഷൻ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന അവരുടെ ഡോമിനന്റ് ആയിട്ടുള്ള വാല്യൂസ്, അത് കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ദ ഫിലോസഫി ദാറ്റ് ഗൈഡ് ദ ഡിസിഷൻസ് ആൻഡ് പോളിസീസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഈ പോളിസി ബിൽഡ് ചെയ്യാനായാലും ശരി, ഒരു ഡിസിഷൻ എടുക്കാൻ നമ്മൾ എന്ത് ഫിലോസഫിയിലാണ് ചെയ്യുന്നത്. ചില കമ്പനികൾ പറയും പീപ്പിൾ കമ്പനി, അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെ എംപ്ലോയീസിൻ്റെ ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ആയിരിക്കും. പ്രോഫിറ്റ്, ലാഭം ഉണ്ടാക്കുന്ന എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം. ഓക്കെ. അതല്ലെങ്കിൽ ചില ആൾക്കാർ പറയും എനിക്ക് എൻ്റെ കമ്പനിയിലെ ജോലിക്കാരുടെ വെൽഫെയർ ആണ് എൻ്റെ ലക്ഷ്യം. മനസ്സിലായോ? ഫിലോസഫി അത് ചേഞ്ച് ചെയ്യും. അത് പറയുന്നത് മാത്രമല്ല, നമ്മളത് ഉൾക്കൊള്ളുന്നത് കൂടി മനസ്സിലാക്കണം. ഒരാൾ ഏറ്റവും ലാഭക്കൊതിയനായിട്ടുള്ള ഒരു ഓണറും പറയും ചിലപ്പോൾ എന്താ പറയുക, എൻ്റെ കമ്പനിയിലെ എംപ്ലോയീസിൻ്റെ വെൽഫെയർ ആണ് ലക്ഷ്യം എന്ന്. പക്ഷേ അവരുടെ പ്രവൃത്തി നമുക്ക് കാണാമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടിയാണത് ഫിലോസഫി. എന്ത് ഫിലോസഫിയിലാണ് ആ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നതെന്ന് വസ്തുനിഷ്ഠമായിട്ട് നമുക്ക് അറിയാം, അത് മനസ്സിലാക്കാനും സാധിക്കണം. ഓക്കെ. Observed behavior regularities in the interaction, language, rituals and organization members. ഓക്കെ. ഇപ്പോൾ ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഓക്കെ. അത് ചിലപ്പോൾ ഓക്കെ ഇങ്ങനെ സംഭവിച്ചല്ലേ, ശരി ഇനി ഇങ്ങനെ ചെയ്യരുത് എന്ന് ഒരു വ്യക്തി മാത്രമായിരിക്കില്ല, ആ ഓർഗനൈസേഷനിലെ എല്ലാ തലത്തിലും അത്തരത്തിൽ ഉള്ള ഒരു ബിഹേവിയർ ആയിരിക്കും. ചിലപ്പോഴോ എന്തെങ്കിലും ഒരു തെറ്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന്, ഒരു എംപ്ലോയീൻ്റെ ഭാഗത്തുനിന്ന് വരാൻ കാത്തിരിക്കുന്ന ബിഹേവിയർ ആയിരിക്കും മറ്റുള്ളവർ. ഓക്കെ. അപ്പോൾ അത് ഒരാൾക്ക് അത്തരത്തിൽ ചെറിയൊരു തെറ്റ് വന്ന് വല്ലാത്തൊരു ഷൗട്ടിങ്ങോ അല്ലെങ്കിൽ സ്കോൾഡിങ്ങോ കേൾക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും, അയാൾ വെയിറ്റ് ചെയ്യും മറ്റൊരാളുടെ അവസരത്തിന് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പം അത്തരത്തിലുള്ള ബിഹേവിയർ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതൊരു റെഗുലാരിറ്റി ആയിരിക്കും, ബിഹേവിയറൽ റെഗുലാരിറ്റി. അതായത് ഒരു ഓർഗനൈസേഷനിൽ എല്ലാവരും ഇതേപോലെയാണോ ബിഹേവ് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ അതൊരു ഓർഗനൈസേഷൻ കൾച്ചറായിട്ട് പറയാം. ഓക്കെ. ഒരാളോ രണ്ടാളോ പറയുന്നത് ഒരു എക്സെപ്ഷൻ ആയിട്ട് ചെയ്യാം. പക്ഷെ ബിഹേവിയർ റെഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ അത് ഓർഗനൈസേഷൻ കൾച്ചറാണ്.
ഓക്കെ. അതിൽ അത് എങ്ങനെയാണ് അത് ഓർഗനൈസേഷൻ കൾച്ചർ ആവുന്നത്? അത് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റോ വളരെ പോസിറ്റീവായിട്ട് എൻഗേജ് ചെയ്യാനോ അത് തിരുത്താനോ അവർക്ക് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ അവർ തന്നെ വിചാരിക്കുന്നത് ഈ കൾച്ചറാണ് നല്ലതെന്ന്, അല്ലെങ്കിൽ അതിനെ എൻകറേജ് ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് ഉണ്ടാവുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടാവുന്നത്. ഓക്കെ. The norms that evolved over a period of time in working groups, ഒരു കാര്യം എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെയുള്ളത് ഇങ്ങനെ എന്താ പറയുക, ഇവോൾവ് ചെയ്യുമല്ലോ. ഓരോ കാര്യത്തിന് ചില കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള ഒരു നോംസുകൾ ഉണ്ടാവുമല്ലോ. ഈ കാര്യമാണോ നിങ്ങൾ ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ ഇന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യണം എന്നൊക്കെയുള്ളത്. ഉദാഹരണത്തിന് ഒരു അപ്രൂവൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ബിൽഡിംഗ് കമ്പനിയാണ്, അപ്പോൾ ബിൽഡിംഗ് കമ്പനി ആദ്യം പോയിട്ട് ബിൽഡ് ചെയ്യലല്ലോ ചെയ്യുക. കുറച്ച് കാര്യങ്ങൾ ഉണ്ട്, ഗവൺമെൻറ് അപ്രൂവൽസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് വളരെ നോർമായിട്ട് അവർ ഫോളോ ചെയ്യും. കാരണം അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇത് ബിൽഡിംഗ് പണിതതിന് ശേഷം അത് പൊളിക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ അത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ആ ഓർഗനൈസേഷൻ ചെയ്യും. അപ്പോൾ അതിനൊക്കെ നോംസ് എന്ന് പറയാം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. ഓക്കെ. ദ റൂൾസ് ഓഫ് എ ഗെയിം വൺ മസ്റ്റ് ലേൺ ഇൻ ഓർഡർ ടു സർവൈവ് ആൻഡ് ബി അക്സെപ്റ്റഡ് ഇൻ ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനിൽ നിലനിൽക്കണമെങ്കിൽ, അവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ ഒരു റൂൾ ഓഫ് ദ ഗെയിം ഉണ്ട്. ഈ അത്തരത്തിലുള്ള റൂൾസ് ഒരു വ്യക്തി പഠിച്ചിരിക്കണം. ഓക്കെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ എനിക്ക് പറയുകയാണെങ്കിൽ ഇമെയിൽസ്. അതായത് നമ്മൾ ഏതെങ്കിലും കമ്പനികളിൽ വർക്ക് ചെയ്തെന്ന് അറിയാം, നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, അവർ ഓക്കെ പറഞ്ഞ് നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വാക്ക് മാറ്റും. അപ്പം നിങ്ങളുടെ കയ്യിൽ തെളിവുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ റൂൾ ഓഫ് ദ ഗെയിം എന്താണ്? എവറിത്തിങ് ഹാസ് ടു ബി ഡോക്യുമെന്റഡ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ അടുത്ത് മാനേജർ പറഞ്ഞു ഓക്കെ അത് ചെയ്തോളൂ എന്ന് പറഞ്ഞെങ്കിലും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഇമെയിൽ അയച്ചിടണം. അത് റൂളാണ്. ഓക്കെ. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഇത് അറിയാത്ത അല്ലെങ്കിൽ ഇത് ഫോളോ ചെയ്യാത്ത വ്യക്തികൾക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അത്തരത്തിലുള്ള റൂൾസ്. ദ ഫീലിങ്സ് ആൻഡ് ക്ലൈമറ്റ് ദാറ്റ് pervades and gets conveyed day-to-day functioning of the organization. ഡേ-ടു-ഡേ ലൈഫിൽ അങ്ങോട്ട് പോകണമെന്നാണോ, ഡെയിലി അങ്ങോട്ട് പോകാനാണോ താല്പര്യം, അതോ ഇങ്ങനൊരു സ്ഥലം എൻ്റെ ഓക്കെ അങ്ങനെ പോവേണ്ടതുണ്ടോ, അതോ പോവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ അല്ലേ. ഇപ്പം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ വിചാരിക്കും ഓക്കെ ഇവർ ഇത്ര ഇനി എന്താണോ ഇന്ന് എൻ്റെ മേലേക്ക് എടുക്കാൻ പോകുന്നത്, മനസ്സിലായോ? ഇനി എന്തൊക്കെയാണോ ഉണ്ടാവാൻ പോകുന്നത്, അത്തരത്തിന് പേടിച്ചൊരു ഓർഗനൈസേഷനിലേക്ക് പോവുകയാണോ ചെയ്യുക ഡെയിലി ലൈഫ്, അതോ ഓക്കെ ഇന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണോ നിങ്ങൾ ഒരു ഓർഗനൈസേഷനിൽ പോകുന്നത് എന്നൊക്കെ ഉള്ളത് ഒരു ആസ്പെക്റ്റാണ്. അടുത്തത് എ ഹെൽത്തി ഓർഗനൈസേഷൻ കൾച്ചർ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഫോളോ ചെയ്യുന്നതാണ്. ഓക്കെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഹെൽത്തി ഓർഗനൈസേഷൻ കൾച്ചർ എന്താണെന്നാണ് പറയുന്നത്. അക്സെപ്റ്റൻസ് ആൻഡ് അപ്രിസിയേഷൻ ഓഫ് ഡൈവേഴ്സിറ്റി അപ്രിഷിയേറ്റ് ചെയ്യാം. ഇപ്പൊ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലുള്ള ആൾക്കാരാണെങ്കിൽ ഓക്കെ ഇവൻ ഇന്ന സ്ഥലത്താണ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ചില ആൾക്കാർ വളരെ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ എടുക്കുള്ളൂ, അല്ലെങ്കിൽ എടുത്താൽ തന്നെ കൊളീഗ്സ് തമ്മിൽ അവൻ ഈ ഒരു റിലീജിയൻ ആണ് എന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ വിചാരിക്കും അതൊന്നും ഇല്ലാന്ന്. പക്ഷേ ഡീപ്പ് റൂട്ടായിട്ട് നമ്മൾ പല സ്ഥലങ്ങളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നേരെ അവരൊരു ഓർഗനൈസേഷൻ മെമ്പർ എന്നുള്ളതിനേക്കാൾ മുകളിലാണ് അവർ ഏത് കാസ്റ്റിലാണ്, ഏത് റിലീജിയനിലാണ്, ഏത് ലാംഗ്വേജാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളുള്ളത്. ഓക്കെ. അപ്പോൾ ഈ അക്സെപ്റ്റൻസ് ഓഫ് ആൻഡ് അപ്രീസിയേഷൻ ഓഫ് ഡൈവേഴ്സിറ്റിയെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതും പ്രധാനപ്പെട്ടതാണ്. ഓക്കെ. regard for fair treatment of each employees as well as respect of each employee's contribution to the organization. അതും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു എല്ലാ എംപ്ലോയീസിനെയും ഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുക, ഓരോരുത്തരെയും കോൺട്രിബ്യൂഷൻ അപ്രീഷിയേറ്റ് ചെയ്യും, റെസ്പെക്ട് ചെയ്യുകയും ചെയ്യാം. എംപ്ലോയീസ് പ്രൈഡ് ആൻഡ് എന്തൂസിയാസം ഫോർ ദ ഓർഗനൈസേഷൻ ആൻഡ് വർക്ക് പെർഫോംഡ്.
ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പല കമ്പനികളിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഏത് കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നതെന്നുള്ള ഒരു പ്രൈഡ്, അതല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അല്ലെങ്കിൽ എക്സൈസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു എന്തൂസിയാസം അവർക്ക് അതിൽ ഉണ്ടാവണം. അതില്ലെങ്കിൽ അതൊരു ഹെൽത്തി സൈനല്ല. Okay, equal opportunity for each employee to realize their full potential within the organization. അവരവരുടെ കഴിവനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം. Effective communication with all employees on policies and organization issues. കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് എയർപോർട്ടിൻ്റെ അടുത്താണ്, ഭയങ്കര സൗണ്ടാണ് ഈ ഫ്ലൈറ്റ് പോകുമ്പോൾ. ഓക്കെ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഈ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ് വരുന്നത് ചേഞ്ച് മാനേജ്മെൻ്റ് ആണ്. അതിനുശേഷം കമ്മ്യൂണിക്കേഷനാണ് കൂടുതൽ, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ പഠിക്കാണ്ട്. സ്ട്രോങ് ഓർഗനൈസേഷണൽ ലീഡേഴ്സ് വിത്ത് എ ക്ലിയർ സെൻസ് ഓഫ് ഡയറക്ഷൻ ആൻഡ് പർപ്പസ്, അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എബിലിറ്റി ടു കോമ്പീറ്റ് ഇൻ ഇന്നോവേഷൻ, കസ്റ്റമർ സർവീസ് ആസ് വെൽ ആസ് പ്രൈസ്. ലോവർ ദാൻ ആവറേജ് ടേൺ ഓവർ റേറ്റ്സ്. ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് അല്ലാതിരിക്കുക, മീൻസ് അറ്റൻഡൻസ് ഇല്ലാതിരിക്കുക, അട്രീഷൻ കൂടുക, ഇതിനൊക്കെയാണ് ലോവർ ദാൻ ആവറേജ് ടേൺ ഓവർ റേറ്റ്. അത്തരത്തിൽ വരാതിരിക്കുക, മീൻസ് എല്ലാവരും പ്രസന്റ് ചെയ്യുക, എല്ലാ എംപ്ലോയീസും ഡെയിലി വരികയും അതുപോലെ തന്നെ പിരിഞ്ഞു പോവാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലേണിംഗ്, ട്രെയിനിങ് ആൻഡ് എംപ്ലോയി നോളജ്. ഇതും വളരെ പ്രധാനപ്പെട്ടാണ്, ലേണിങ്ങും ട്രെയിനിങ്ങും എംപ്ലോയിയുടെ നോളജും. ഓക്കെ, ഇത് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ജസ്റ്റ് വായിച്ചു പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 23 സ്ലൈഡ് ഉണ്ട്, വളരെ വാസ്റ്റാണ്. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് തന്നെ ചോദിക്കാം കേട്ടോ. ഓക്കെ, എന്താണ് ഈ ഓർഗനൈസേഷൻ, എന്ത് പർപ്പസാണ് ഈ ഓർഗനൈസേഷൻ കൾച്ചർ സെർവ് ചെയ്യുന്നതെന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. ഇറ്റ് പ്രൂവ്സ് ഷെയർഡ് പാറ്റേൺസ് ഓഫ് കോഗ്നിറ്റീവ് ഇന്റർപ്രിട്ടേഷൻസ് ആൻഡ് ഓർ പെർസെപ്ഷൻസ്, ദസ് കമ്മ്യൂണിക്കേറ്റിംഗ് ടു ദ ഓർഗനൈസേഷണൽ മെമ്പേഴ്സ് ഹൗ ദേ ആർ എക്സ്പെക്റ്റഡ് ടു തിങ്ക് ആൻഡ് ബിഹേവ്. ഓക്കെ, നിങ്ങൾ ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത്, ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു എന്താ പറയുക, ഒരു ഇതിൽ പറയുന്ന കോഗ്നിറ്റീവ് പാറ്റേൺസ്, കോഗ്നിറ്റീവ് ഇന്റർപ്രിട്ടേഷൻസ് ഓർ പെർസെപ്ഷൻസ്. നമുക്ക് ആ കൾച്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏത് രീതിയിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് അവിടെ ഒരു ഓർഗനൈസേഷനിൽ. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് ഷെയർഡ് പാറ്റേൺസ് ഓഫ് ഫീലിംഗ്സ്, ദാറ്റ് ഈസ് ഇമോഷണൽ സെൻസ് ഓഫ് ഇൻവോൾവ്മെന്റ് ആൻഡ് കമ്മിറ്റ്മെന്റ്, ഓർഗനൈസേഷണൽ വാല്യൂസ് ആൻഡ് മോറൽ കോഡ്സ് ഓഫ് തിങ്സ് worth working for, believing in, so that the organizational members know what they are expected to value, how they are expected to feel. ഓക്കെ, ഒരു ആ വർക്ക് ചെയ്യുമ്പോൾ എന്ത് രീതിയിലാണ്, എന്താണ് നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് കമ്മിറ്റ്മെന്റ് വേണ്ടത്, ഇമോഷണൽ സെൻസ്. ഓക്കെ, അതുപോലെ തന്നെ വാല്യൂസ് ആൻഡ് മോറൽ കോഡ്സ് ഓഫ് തിങ്സ് വർത്ത് വർക്കിംഗ് ഫോർ. ഓക്കെ, പിന്നെ ഇറ്റ് ഡിഫൈൻസ് ആൻഡ് മെയിൻറ്റെയിൻസ് ബൗണ്ടറീസ്, അലോവിങ് ഐഡന്റിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ്. ആരാണ് ഒരു ഓർഗനൈസേഷനിൽ, ഉദാഹരണത്തിന് പറഞ്ഞാൽ ആരാണ് ഒരു പോലീസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, ഒരു പോലീസ് അല്ലാത്ത ആൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഉദാഹരണം ഒരു ടീച്ചർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, ഒരു ടീച്ചർ അല്ലാത്ത ആൾ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക, മനസ്സിലായി? അപ്പൊ അത്തരത്തിൽ നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അത്തരത്തിലുള്ള ഒരു ഐഡന്റിറ്റി നമുക്ക് കിട്ടും. ഇറ്റ് ഫങ്ഷൻസ് ആസ് ഇംപ്ലിസിറ്റ് ഓർഗനൈസേഷണൽ കൺട്രോൾ സിസ്റ്റം, പ്രിസ്ക്രൈബിംഗ് ആൻഡ് പ്രൊഹിബിറ്റിംഗ് സെർട്ടൻ ബിഹേവിയർ. അതൊരു വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ എഴുതിയിട്ടുള്ള ഒരു ഫോർമുലയിലല്ലാതെ തന്നെ എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ അല്ലെ ഒരു കൺട്രോൾ സിസ്റ്റം വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ അത് വർക്ക് ചെയ്യുക. ഓക്കെ, അതിൽ എന്തൊക്കെയാണ് പ്രൊഹിബിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓക്കെ ഏത് രീതിയിലുള്ള ബിഹേവിയർ ആണ് അക്സെപ്റ്റഡ് ആയിട്ടുള്ളത്, ഇതൊക്കെ ഈ ഓർഗനൈസേഷൻ കൾച്ചറാണ് ഡിസൈഡ് ചെയ്യുന്നത്.
ഇനി ഇതിലെ ഓരോ കമ്പനിയുടെ സിംബൽസ്, ആർട്ടിഫാക്ട്സ്, ഇതൊക്കെ എന്താണ്? അതിൻ്റെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ആണ്. ആ കമ്പനിയുടെ കൾച്ചർ അതിൽ ഉണ്ടായിരിക്കും. ഓക്കെ, കമ്പനിയുടെ ലോഗോ, അതുപോലെ തന്നെ ഓഫീസ് ഡിസൈൻ ചെയ്തത്, റിവാർഡ് ആൻഡ് റെക്കഗ്നിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ എംപ്ലോയി, ചില കമ്പനികളിലൊക്കെ ഓരോ മാസം ഈ R&R ഫംഗ്ഷൻ വയ്ക്കും. അപ്പോൾ അതിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്തത് ആരാണ്, ഓക്കെ, ഏറ്റവും കംപ്ലീറ്റ് ഡേ വന്നത് ആരാണ്, മീൻസ് അറ്റൻഡൻസ് കൂടുതലുള്ള ആരാണ്, അത്തരത്തിലുള്ള പല കാര്യങ്ങളും റെക്കഗ്നൈസ് ചെയ്യും, അവർക്ക് റിവാർഡ് കൊടുക്കുകയും ചെയ്യും. പിന്നെ ഒരുപാട് വർഷങ്ങളായി കഴിഞ്ഞാൽ അവർക്ക് ആനിവേഴ്സറിയിൽ അവർക്ക് കേക്ക് കട്ട് ചെയ്യാം. മനസ്സിലായോ? അപ്പം ചെറിയൊരു സംഭവമാണെങ്കിൽ തോന്നുമെങ്കിലും കൂടി ഒരു ഓർഗനൈസേഷൻ നിങ്ങളുടെ എഫോർട്ട് അക്നോളജ് ചെയ്യുന്നുണ്ട് എന്ന് ആ എംപ്ലോയിക്ക് ഫീൽ വരുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ റിച്വൽസ് ആൻഡ് സെറിമണീസ് സെലിബ്രേറ്റിംഗ് വാല്യൂസ് ആൻഡ് അച്ചീവ്മെന്റ്സ്. ചിലപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ ഡേ ആയിരിക്കും, അല്ലെങ്കിൽ ആനിവേഴ്സറി മീറ്റിംഗ്സ് ആയിരിക്കും. ഓക്കെ, അതുപോലെ എംപ്ലോയി സെലിബ്രേഷൻ, അതൊക്കെ ഒരു ട്രഡീഷനാണ്. ഓരോ കമ്പനികളിലും അതിൻ്റെ ട്രഡീഷൻ ഉണ്ടായിരിക്കും. ചില ആൾക്കാർ ഏതെങ്കിലും ഫെസ്റ്റിവലായിട്ട് തന്നെ അവർക്ക് ബോണസ് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റിംഗ് നടത്തുക. ചില ആൾക്കാർ അവർ ഫൗണ്ടർ ഡേയിൽ തന്നെ അന്ന് ജോലിയൊന്നും ഇല്ലാതെ ഏതെങ്കിലും വലിയ റിസോർട്ടിലോ ഹൗസ് ബോട്ടിലോ ഒക്കെ പോയി മീറ്റിങ്ങും അവരുടെ പാർട്ടിയൊക്കെ ആയിരിക്കും. ഓക്കെ, അത്തരത്തിലുള്ള സെലിബ്രേഷൻസ് ഒക്കെ ഇഷ്ടംപോലെ ഓർഗനൈസേഷൻ നടത്തുന്നുണ്ട്. ഇതൊക്കെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്, ഈ പറഞ്ഞ ഓർഗനൈസേഷൻ കൾച്ചറിന്റെ. ഇത്രയും വരെ നമ്മൾ ഈ കൾച്ചർ എന്താണ് എന്നുള്ളതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഗ്നോന്റെ നോട്ടിൽ അങ്ങനെ തന്നെയാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ ടെക്നിക്കൽ ടേംസ് ഇതിൽ പറയുന്നുണ്ട്. ഇത് നിങ്ങളൊന്ന് ഇതൊക്കെ ആക്ച്വലി ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. മിക്കവാറും ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ വരുന്ന സംഭവങ്ങളായിരിക്കും. അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ്, എല്ലാ പേരുകളൊക്കെ ഡോമിനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറിയാലോ നിങ്ങൾക്ക്. അത് തന്നെയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ഡോമിനന്റ് ആൻഡ് സബ് കൾച്ചർ. ഡോമിനന്റ് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആ ഒരു ഓർഗനൈസേഷനിൽ ഡോമിനന്റ് ആയിട്ടുള്ള കൾച്ചറിനാണ് ഡോമിനന്റ് കൾച്ചർ എന്ന് പറയാം. അതേപോലെ തന്നെ ഈ ഡോമിനന്റ് കൾച്ചർ മാത്രമല്ല, സബ് കൾച്ചേഴ്സ് ഉണ്ടായിരിക്കും. അതെവിടെ ഓഫൻ ബേസ്ഡ് ഓൺ ഡിപ്പാർട്ട്മെന്റ്സ്, ബ്രാഞ്ചസ് ഓർ ടീംസ്. ദീസ് സബ് കൾച്ചേഴ്സ് യൂഷ്വലി ഫോം ടു ഹെൽപ്പ് ഡീൽ വിത്ത് സ്പെസിഫിക് ചലഞ്ചസ് ദ ഫേസ് ഇൻ ദെയർ ഡെയിലി വർക്ക്. ഉദാഹരണത്തിന് ബാങ്കിലാണെങ്കിൽ ഒരു ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. ഈ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ബ്രാഞ്ചിലെ മാനേജറോടല്ല റിപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റിൽ അവർക്ക് ഒരു വ്യക്തിക്ക്, ബ്രാഞ്ച് മാനേജറെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ പേർക്ക് ലോൺ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോൺ കൊടുക്കുന്ന വ്യക്തിക്ക് തിരിച്ചടക്കാനുള്ള ശേഷി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു കോൺഫ്ലിക്റ്റ് വരാൻ സാധ്യതയുണ്ട് അവിടെ, അല്ലെ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്രാഞ്ച് മാനേജറിനും അവിടുത്തെ ഓപ്പറേഷനും കൂടുതൽ ലോൺ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് കൂടുതൽ ആൾക്കാർക്ക് ലോൺ കൊടുത്താൽ അവരുടെ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും? അവർക്ക് ആക്ച്വലി ഇവരുടെ എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ, ലോൺ തിരിച്ചടയ്ക്കാത്ത ഹിസ്റ്ററി ഉണ്ടോ, അത്തരത്തിലുള്ള പല കാര്യങ്ങളും നോക്കിയിട്ട് ഇയാൾക്ക് സാധിക്കില്ലെങ്കിൽ അവർ എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും. അപ്പൊ അതൊരു സബ് കൾച്ചറാണ്. ഓക്കെ, ഡോമിനന്റ് കൾച്ചർ എന്താണ്? കൂടുതൽ സെയിൽസ് നടത്താനും ഒക്കെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അതുപോലെ സ്ട്രോങ് ആൻഡ് വീക്ക് കൾച്ചർ, ഇത് ഞാൻ ജസ്റ്റ് വായിക്കാം. എ സ്ട്രോങ് കൾച്ചർ ഇസ് ആൻ ഓർഗനൈസേഷൻ എക്സിസ്റ്റ് when employees respond to a situation based on their alignment with the organization values. In contrast, a weak culture occurs when there is little connection between employees and these values, requiring strict rules and bureaucracy to maintain control. Organization with a strong positive culture can enjoy following benefit ഞാൻ പറയാം. അതിനുമുമ്പ് ഈ സ്ട്രോങ് കൾച്ചേഴ്സും വീക്ക് കൾച്ചറും വരുന്നത് എങ്ങനെയാണെന്ന് അതിൽ പറയുന്നുണ്ടല്ലോ. അതായത് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവായിട്ട് അലൈൻ ആയിട്ടാണോ നിങ്ങൾ, ആ ഓർഗനൈസേഷന്റെ വാല്യൂസുമായിട്ടാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്? അത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? എല്ലാവരും ഹെൽമെറ്റ് വെക്കുക, സേഫ്റ്റി ആയിട്ട് വണ്ടി ഓടിക്കുക, അല്ലെങ്കിൽ വളരെ എന്താ പറയുക സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വണ്ടികൾ റോഡിൽ വരാതിരിക്കുക. ഇതൊക്കെയാണ് ആ ഒരു ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. പക്ഷെ വീക്ക് കൾച്ചർ എവിടെയാണ് വരുന്നത്?
ഇതൊക്കെ കോംപ്രമൈസ് ചെയ്യുന്ന, കൈക്കൂലി വാങ്ങി കോംപ്രമൈസ് ചെയ്യുന്ന വ്യക്തികൾ അതിലുണ്ടാകുമ്പോൾ അതൊരു വീക്ക് കൾച്ചറായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, സ്ട്രോങ് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ വാല്യൂസ് മനസ്സിലുള്ള അതിൻ്റെ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഓഫീസേഴ്സ് ഹോൾഡ് ചെയ്യുന്ന കൾച്ചറാണ്. ഓക്കെ, അത്തരത്തിലുള്ള സ്ട്രോങ് കൾച്ചർ ഉണ്ടെങ്കിൽ better alignment with the organization vision, mission, goals. Okay, higher employee motivation and loyalty, stronger teamwork across departments and divisions, improved consistency, coordination and control within the organization, shaping employee behavior to make the organization more efficient. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് വായിച്ചു പോകാൻ മനസ്സിലാവുന്നേ ഉള്ളൂ. സ്ട്രോങ് കൾച്ചറും വീക്ക് കൾച്ചറും ഡോമിനേറ്റ് കൾച്ചറും സബ് കൾച്ചറും. ഓക്കെ, അഡാപ്റ്റീവ് ആൻഡ് അൺഅഡാപ്റ്റീവ് കൾച്ചർ. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എംപ്ലോയീസ് ഒരു ഓർഗനൈസേഷനിൽ എന്തെങ്കിലും പുതിയ ചേഞ്ച് വരുമ്പോൾ അതിന് ഫ്ലെക്സിബിൾ ആയിട്ടാണോ, ഓപ്പൺ ആയിട്ട് ഇരിക്കാതെ പുതിയ പുതിയ ചേഞ്ചുകളെ അക്സെപ്റ്റ് ചെയ്യാനും അതിനനുസരിച്ച് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും നോക്കുന്നുണ്ടോ, അതോ അൺഅഡാപ്റ്റീവ് ആയിട്ട് വളരെ റെസിസ്റ്റൻ്റ് ആയിട്ട് യാതൊരു ഇന്നോവേഷനും അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു കൾച്ചറാണോ അവിടെ ഉള്ളത്, അവിടുത്തെ കൾച്ചർ അവിടുത്തെ എംപ്ലോയീസ് ഉള്ളത്? അതിനനുസരിച്ച് നമുക്കത് അഡാപ്റ്റീവ് കൾച്ചറുള്ള ഒരു ഓർഗനൈസേഷനാണോ അൺഅഡാപ്റ്റീവ് കൾച്ചറുള്ള ഓർഗനൈസേഷനാണോ? മിക്ക ഓർഗനൈസേഷനും ഇത്തരത്തിലൊരു അൺഅഡാപ്റ്റീവ് കൾച്ചറുള്ള ഓർഗനൈസേഷനാണ്. ജനറലി വളരെ ഹൈ ലെവലിലുള്ള ഓർഗനൈസേഷനാണ് കുറേയൊക്കെ അഡാപ്റ്റീവ് ആയിട്ടുള്ള കൾച്ചറുള്ള. അപ്പോൾ അൺഅഡാപ്റ്റീവ് ആയിട്ടുള്ള കൾച്ചറുള്ള ഒരു സ്ഥലത്ത് എൻവയോൺമെൻറ്റിൽ നിങ്ങളൊരു മാനേജറായിട്ട് എത്തുമ്പോൾ നിങ്ങളിത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതുപോലെ തന്നെ ഫങ്ഷണൽ and dysfunctional cultures. Some organizations have functional culture and while others have dysfunctional culture. Functional culture is positive culture that contribute to an organization performance and success. ഓർഗനൈസേഷൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ അവരുടെ സക്സസ്സിനും കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ വർക്കിംഗ് ഉള്ളതാണ് ഒരു ഫങ്ഷണൽ കൾച്ചർ. Dysfunctional culture, on other hand, is one that hampers or negatively affects organization's performance and success. ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിനെ ഹാമ്പർ ചെയ്യുന്ന രീതിയിൽ ഉള്ള ഡിസ്ഫങ്ഷണൽ എന്ന വാക്ക് കേട്ടാൽ തന്നെ നമുക്കറിയാലോ എന്താണ് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് റേഷണൽ കൾച്ചർ. refers to a culture that prioritizes efficiency, performance, goal achievements through logical and structured processes. It emphasizes clear objectives, measurable outcomes, and the use of data and reasoned analysis to make decisions. In rational culture, productivity, accountability, task-oriented behavior are highly valued, and employees are encouraged to work systematically to meet targets and contribute to the organization success. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റേഷണൽ കൾച്ചർ എന്താണെന്ന്. കാരണം ഇപ്പോൾ ഏതൊരു എന്താ പറയുക, ഒരു ഹൈടെക് ഓർഗനൈസേഷൻസ് ഇവരൊക്കെ ഈ റേഷണൽ കൾച്ചറാണ് ഫോളോ ചെയ്യുന്നത്. അതിൽ പറയുന്നത് എന്താണ്? എംഫസൈസ് ഓൺ ക്ലിയർ ഒബ്ജക്റ്റീവ്സ്. ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണ്. എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് വളരെ കൃത്യമായിട്ട് അതിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് പറയാം ജിയോ ഒരു കമ്പനിയാണ്. അതിന് ഒരു ഡിപ്പാർട്ട്മെൻ്റ് എടുത്തോ, റിട്ടൻഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിൽ ഒരാൾ നമ്മൾ സിമ്മ് ഇപ്പോഴല്ല പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ ആണെന്ന് വിചാരിച്ചോ. ഈ പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ അവർ ഒഴിവാക്കാൻ പോവാണ്. ഞാനൊരു കസ്റ്റമറാണ്, പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ ഒഴിവാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനത് വിളിക്കുമ്പോൾ ഇവിടുത്തെ എംപ്ലോയീസ് എന്നെ റീറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് അപ്പോൾ ആ എംപ്ലോയിയുടെ ഒബ്ജക്റ്റീവ് എന്താണ്? ഈ കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ അത്തരത്തിലൊരു വർക്ക് ചെയ്യാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയും, ഓക്കെ, ഇതിനെന്തിനാണ് നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് എന്താ കാര്യം? കാരണം ഒരു വ്യക്തി അത് ക്യാൻസൽ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അയാളോട് നമ്മൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതാണ് യൂഷ്വൽ ലോജിക്കിൽ വരിക. പക്ഷെ റേഷണാലിറ്റി അതല്ല.
റേഷണാലിറ്റിയിൽ അവർ ഈ എംപ്ലോയിയോട് ചെയ്യാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഇയാൾ ക്യാൻസൽ ചെയ്യുന്നത്. ക്യാൻസൽ ചെയ്യാൻ പല കാരണങ്ങളുണ്ടായിരിക്കും. ഒരു പക്ഷേ അയാൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കില്ല, ഒരു പക്ഷേ പൈസ കൂടുതലായിരിക്കാം, ഒരു പക്ഷേ ഡേറ്റ യൂസേജ് അദ്ദേഹത്തിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല, വേറെ എന്തെങ്കിലും കാരണത്താൽ, അത്തരത്തിലുള്ള പല കാരണങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഈ കാരണങ്ങൾക്കനുസരിച്ച് ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റും. മീൻസ് അതിനനുസരിച്ച് പല ഓഫറുകളും കൊടുക്കാൻ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അതിനനുസരിച്ച് ഇപ്പോൾ അഫോർഡബിൾ അല്ല എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ പകുതി പൈസ തന്നാൽ മതി, അങ്ങനെ പറഞ്ഞാൽ മതി കസ്റ്റമറോട്. അപ്പോൾ ഈ കമ്പനി എന്താണ് ചെക്ക് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോള് ഒരു കസ്റ്റമറുമായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ വന്നു, അപ്പോൾ കസ്റ്റമറുടെ ഭാഗം മുഴുവനായിട്ടും കേൾക്കാൻ ഇദ്ദേഹം തയ്യാറായോ, ഈ എംപ്ലോയി തയ്യാറായോ. ഓക്കെ, അങ്ങനെ തയ്യാറായില്ലെങ്കിൽ അപ്പോൾ അത് അവരുടെ ഒരു മാർക്ക് ഡൗൺ ആണ്. ഇത് ചെയ്തത് ശരിയായില്ല, നീ കറക്റ്റായിട്ട് ചോദിക്കേണ്ടതായിരുന്നു. മനസ്സിലായോ? ഇതാണ് റേഷണാലിറ്റി. അതല്ലാതെ ചില കമ്പനികളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ എനിക്ക് സെയിൽസ് വേണം, ഇത്രയധികം സെയിൽസ് വേണം, അതെങ്ങനെ എങ്ങനെ കിട്ടിയില്ല എനിക്കറിയണ്ട, സാലറി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇത്രയധികം സെയിൽസ് വേണം. അത് റേഷണാലിറ്റി ഇല്ല അതിൽ. അതൊരു ജസ്റ്റ് ഒരു പ്രഷർ കൊടുക്കുകയാണ് നിങ്ങൾക്ക്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മെഷറബിൾ ഔട്ട്കംസ്, എത്രത്തോളം നിങ്ങൾ ഔട്ട്കം. ഇപ്പോൾ ഇതേപോലെ തന്നെ ഒരു റിട്ടൻഷൻ, ഈ റേഷണൽ കൾച്ചറിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ റിട്ടൻഷൻ്റെ കാര്യം പറയായിരിക്കും. അപ്പോൾ ഈ റിട്ടൻഷനിൽ 10 കസ്റ്റമർ വന്നു, അതിൽ എത്ര കസ്റ്റമറെ നിങ്ങൾ റിട്ടേൺ ചെയ്തു, അത് മെഷറബിൾ ഔട്ട്കം ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നിങ്ങളോട് സംസാരിക്കുക. ഓക്കെ, നിങ്ങൾ പെർഫോമൻസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. യൂസ് ഓഫ് ഡേറ്റയാണ് സംസാരിക്കുക, വ്യക്തിയല്ല സംസാരിക്കുക. ഓക്കെ, നിങ്ങൾ എത്രത്തോളം പെർഫോം ചെയ്തു ഒക്കെ ഈ ഡേറ്റയിലുണ്ട്. എത്രത്തോളം കോൾ അറ്റൻഡ് ചെയ്തു, എത്രത്തോളം ആൾക്കാർക്ക് ഓഫേഴ്സ് പിച്ച് ചെയ്തു, എത്രത്തോളം ആൾക്കാരെ റീറ്റെയിൻ ചെയ്തു, ഇതൊക്കെ നമുക്ക് റേഷണലായിട്ട് ഡേറ്റ വെച്ച് നമുക്ക് അറിയാൻ പറ്റും. അത്തരത്തിലുള്ള കൾച്ചറുകളാണ് റേഷണൽ കൾച്ചർ. ഓക്കെ, അടുത്തത് ഡെവലപ്മെന്റൽ കൾച്ചർ. Development culture have innovative environments with a futuristic orientation and emphasis growth and development of people, ideas, and society. Organization encourage people to be creative, develop multiple perspective, and to take risk in all job situations. Creative advertisement firms, software organizations, and research development department are more conducive for nurturing development cultures. അത് നമുക്കറിയാലോ, ഒരു അഡ്വർടൈസ്മെന്റ് ഫേമില്, അതുപോലെ തന്നെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റില് ഒക്കെ എത്രത്തോളം അവരുടെ ഡിസൈൻ, അതുപോലെ തന്നെ അവരുടെ ക്രിയേറ്റിവിറ്റി ആവശ്യമാണ്. അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് ഒരു ഡെവലപ്മെന്റൽ കൾച്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക. Consensual culture, these are highly team-oriented culture. Their members are open, spontaneous, and informal, and maintain effective relationship. Supportive and participative leadership is required for managing this culture. Achievement of this objective in a set limit is perceived as less important than to maintain a stable, harmonious system. Organizations such as small-sized project teams, workshop, educational institutions often have this culture. ഇത്തരത്തിലുള്ള ഒരു നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ക്ലബ്ബുകളോ അല്ലെങ്കിൽ സംഘടനകളോ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു അവർ ഈ കൺസെൻഷ്യൽ കൾച്ചറുള്ള ആൾക്കാരായിരിക്കും. അതായത് ഉദാഹരണത്തിന് ഒരു പെട്ടെന്ന് ഒരു തീരുമാനങ്ങൾ എടുക്കും. അതുപോലെ തന്നെ ഒരാൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അപ്പം മറ്റുള്ളവരൊക്കെ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ കമ്പനിയിൽ പോലെ റേഷണാലിറ്റി നോക്കിയിട്ട് സക്സസ് റേറ്റ് നോക്കിയിട്ട് ഒന്നുമല്ല ഇവര്. ഓക്കെ, ഇവനിങ്ങനെ ഒരു പരിപാടി പറഞ്ഞു, നമുക്ക് ഇനിയിപ്പോൾ വരാൻ പോണ പരിപാടി എന്താ, ചിലപ്പോൾ ഓണായിരിക്കും, ഓണത്തിന് നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി നടത്തണം. അപ്പോൾ ഒരു റേഷണാലിറ്റി നോക്കുമ്പോൾ എങ്ങനെയാണ്, മുമ്പ് ഇതെങ്ങനെയാണ് നടത്തിയത്, ആൾക്കാർ എന്തൊക്കെയാണ്, ആരെങ്കിലും മീൻസ് ആ സംഭാവന കിട്ടുമോ ഇല്ലയോ, അപ്പം അതിൻ്റെയൊക്കെ സക്സസ് റേറ്റ് എത്രയാണ്, ഇത്രയും തുക നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ. ഇത്തരത്തിലുള്ള ഒരുപാട് ലോജിക്കൽ ഇൻറ്ററാക്ഷൻസ് നടത്തുകയാണ് ആക്ച്വലി റേഷണൽ കൾച്ചറിൻ്റെ ഭാഗമായിട്ട്. പക്ഷെ കൺസെൻഷ്യൽ കൾച്ചറിലേക്ക് നമ്മുടെ സുഹൃത്താണ്, അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ നമുക്ക് എന്തായാലും ആ പരിപാടി നടത്തന്നെ. അത്തരത്തിലുള്ള ടീം ബോണ്ട് ഒക്കെ ആയിട്ട് കൂടുതലുള്ള ഒരു കൾച്ചറായിട്ട് ഇതിനെ നമുക്ക് നോക്കാം. അപ്പോൾ തന്നെ ഹൈറാർക്കിക്കൽ കൾച്ചർ നേരെ ഓപ്പോസിറ്റാണ്.
ടോപ്പ് ഡൗൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താ പറയുക, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ടോപ്പ് മാനേജ്മെന്റ് എന്ത് തീരുമാനിക്കണോ അതിങ്ങനെ താഴത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള നോൺ ചേഞ്ചിങ് ആയിട്ടുള്ള എൻവയൺമെന്റിലുള്ള ഒരു കൾച്ചറാണിത്. ഓക്കെ, ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഞാൻ സമയം കളയുന്നില്ല. 15 മിനിറ്റ് കൂടി ഉണ്ട്. അതിനുള്ളിൽ ഇനിയൊരു 9 സ്ലൈഡും കൂടി ഉണ്ട്. ഇനി അടുത്തത്, ഇത് നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. ഈ സ്ലൈഡിൽ ബാക്കി ഒന്നും പഠിച്ചില്ലെങ്കിലും ഈ ഒരു സ്ലൈഡ്, അതായത് ഈ കൾച്ചർ ടൈപ്സ്, ഡീൽ ആൻഡ് കെന്നഡിയുടെ ടൈപ്സ് പഠിക്കണം. ഓക്കെ, സമയമുള്ളവർ മുഴുവൻ പഠിക്കുക, അതല്ലാത്തവർ ഇതും മാത്രമെങ്കിലും പഠിക്കുക. കാരണം ഈ ടൈപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ കൊടുത്തിട്ടുള്ളതാണ്. ഈ എന്തൊക്കെ രീതിയിലാണ് കൾച്ചർ എന്നുള്ളത്. ഓക്കെ, അപ്പം അതിൽ 2 കാര്യങ്ങളാണ് ഇതിൽ നോക്കുന്നത്. ഒന്ന്, ഫീഡ്ബാക്ക് ആൻഡ് റിവാർഡ്. ഒരു കാര്യം ചെയ്തു, അതിന് എങ്ങനെയാണ് അതിൻ്റെ ഫലം എന്താണ് എന്നുള്ളത് നമുക്ക് ഓക്കെ, അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ അടുത്ത് നിങ്ങളൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ബാംഗ്ലൂർക്ക് ഒരു റെയിൽവേ ടിക്കറ്റ് വേണം, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. നിങ്ങൾ അവർക്ക് ടിക്കറ്റ് കൊടുത്തു. എന്നിട്ട് പിന്നെ എല്ലാം ഓക്കെയാണ്, ടിക്കറ്റ് കൊടുത്തു, അയാൾ പോയി. അയാൾക്ക് ഇന്നിപ്പോൾ 1-ാം തീയതി അല്ലേ, 3-ാം തീയതി ആയിരുന്നു ടിക്കറ്റ് പോകേണ്ടത്. നിങ്ങൾ 30-ാം തീയതി അത് അടിച്ചു, അയാൾ നോക്കിയില്ല. ഓക്കെ, അപ്പം അതെന്തായിരിക്കും? അത് 3-ാം തീയതി അയാൾ പോയി കഴിഞ്ഞാൽ അയാൾക്ക് ടിക്കറ്റ് കണ്ടു, അയാൾ ഡേറ്റ് നോക്കിയില്ല. മനസ്സിലായോ? അപ്പം നിങ്ങൾ ചെയ്തൊരു വർക്കിൻ്റെ ഫീഡ്ബാക്ക് കിട്ടുന്ന രീതിയാണ് അത്. 3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫീഡ്ബാക്ക് കിട്ടും. എന്താ കിട്ടുക? അതൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും. മാത്രമല്ല വല്ലാത്തൊരു പ്രശ്നത്തിൽ നിങ്ങളെ കൊണ്ടെത്തിക്കും. അതിനാണ് ഈ ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റിസ്ക് എന്ന് പറയുന്നത്. ഈ രീതിയിൽ എങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ 4 തരത്തിലുള്ള കൾച്ചറുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്ന് വർക്ക് ഹാർഡ് പ്ലേ ഹാർഡ് കൾച്ചർ, ടഫ് ഗൈ മാച്ചോ കൾച്ചർ, പ്രോസസ് കൾച്ചർ ആൻഡ് ബെറ്റ് യുവർ കമ്പനി കൾച്ചർ. ഓക്കെ, ഇതിൽ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഫീഡ്ബാക്ക്. അതേപോലെ തന്നെ ഒരു കാര്യമാണ് വർക്ക്. ഈ പറഞ്ഞ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അധികം സമയം എടുത്തില്ല അല്ലേ? പക്ഷെ അതിൽ ഇൻവോൾവ് ചെയ്യുന്ന റിസ്ക് എത്രത്തോളം കൂടുതലാണ്? മനസ്സിലായി? അതായത് ടിക്കറ്റ് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ AC റൂമിലിരിക്കുന്നു, കമ്പ്യൂട്ടറിന് മുമ്പിലിരിക്കുന്നു, ബുക്ക് ചെയ്യുന്നു. അതിലധികം നിങ്ങൾക്ക് വർക്ക് ലോഡ് വരുന്നില്ല. പക്ഷെ റിസ്ക് വളരെ അധികമാണ്, നിങ്ങൾ അത് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ. ഇനി ചില സ്ഥലങ്ങളിൽ നോക്കൂ, ഇപ്പോൾ ഏതെങ്കിലും ഒരു വീട് പണിയുന്ന ആള്, ഓക്കെ, വീട് പണിയുന്ന ആൾ ഏതെങ്കിലും ഒരു തേപ്പ് പണിക്കാരനാവും, അല്ലെങ്കിൽ വാർപ്പ് പണിക്കാരനാവും. അപ്പം അയാളെ സംബന്ധിച്ചോളം അയാൾക്ക് ഇത്തരത്തിൽ വലിയ മണ്ടത്തരങ്ങൾ, അതായത് സിമെന്റ് ഇല്ലാതെ തേച്ച അല്ലെങ്കിൽ ഇതൊക്കെ പണിത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതല്ലാതെ നോർമൽ ലൈഫിൽ അയാളെ സംബന്ധിച്ചോളം അയാൾ ചെയ്യുന്ന ജോലിയിൽ റിസ്ക് എന്നുള്ള ഉണ്ടല്ലോ, അത് കുറവാണ്. റിസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അയാൾ ഇനി അത് അഗെയിൻ വർക്കിംഗ് കണ്ടീഷനിലെ നിലത്ത് വീഴും, അതല്ല. ആ ജോലി ചെയ്യുന്നതുകൊണ്ട് പിന്നീട് ആ ജോലിക്ക് പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ലല്ലോ. അതായത് വീട് പണിതിട്ട് അത് നാളെ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴില്ല. ഓക്കെ, ഒരു നോർമൽ സാധാരണ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ ഒരു വർക്കിലൊന്നും അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. അത്തരത്തിൽ പക്ഷെ എന്താണ്, വർക്ക് ലോഡ് വളരെ കൂടുതലാണ്. ഓക്കെ, ഈ 2 കാര്യങ്ങൾ വെച്ചിട്ട് ആണ് അടുത്ത കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറഞ്ഞത് എത്രത്തോളം ക്ലിയർ ആയിട്ട് എനിക്ക് പറയാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. ഒന്ന്, നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു സ്ട്രെസ് നമുക്ക് വരും. ഓക്കെ, അതായത് വളരെയധികം ചിലപ്പോൾ ഫിസിക്കലി ആയിട്ടുള്ള വർക്കായിരിക്കും, അതല്ലെങ്കിൽ മെന്റലി ആയിട്ടുള്ള വർക്കായിരിക്കും. വളരെയധികം വർക്ക് ലോഡിൻ്റെ ഒരു സ്ട്രെസ് നമുക്ക് അനുഭവപ്പെടും. രണ്ടാമത്തത് റിസ്കിന്റെ സ്ട്രെസ്സാണ്. റിസ്കിന്റെ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ചെയ്ത വർക്കിന് ഫീഡ്ബാക്ക് വരുമ്പോൾ ഏത് രീതിയിലാണ് വരുന്നത്? നേരത്തെ പറഞ്ഞ പോലെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തെറ്റി, അല്ലെങ്കിൽ ഇതേപോലെ ഇഷ്ടംപോലെ സംഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ നമ്മൾ ചെയ്തത്
പ്ലാൻ വരച്ചത് തെറ്റി, അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിൻ്റെ റിസ്ക് എലമെന്റ് വളരെ കൂടുതലാണ്, അതിൻ്റെ സ്ട്രെസ്. അപ്പം ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ആക്ച്വലി ഈ 4 സംഭവങ്ങൾ. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റത്തത് വർക്ക് ഹാർഡ് പ്ലേ ഹാർഡ് കൾച്ചർ. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ റാപ്പിഡ് ഫീഡ്ബാക്ക് ആൻഡ് റിവാർഡ് ഫോർ എംപ്ലോയീസ്, low risk environment where the stress come from handling a large volume of work rather than dealing with the uncertainty. Okay, focusing on doing a lot of work quickly and efficiently with an emphasis on maintaining high energy and motivation. There is also a strong sense of teamwork, socialization and celebration of success. ഇതിൽ അത്തരത്തിലൊരു സ്ട്രോങ് ടീം വർക്ക് ഉണ്ടായിരിക്കും, സോഷ്യലൈസേഷൻ ഉണ്ടായിരിക്കും. കാരണം റിസ്ക് ഇല്ലല്ലോ, നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിന് വല്ലാത്ത സെലിബ്രേഷൻ, നമുക്ക് സക്സസ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനും പറ്റും. കാരണം അതിൽ പിന്നീട് ഒരു പ്രശ്നമായിട്ട് അത് വരികയില്ല. Okay, sales driven companies or customer service industries such as retail or call centers where employees receive frequent rewards for achieving short term targets. ഇത് കൂടുതൽ ഞാൻ വായിക്കുന്നില്ല. അതായത് ഒരു സെയിൽസ്, നമ്മുടെ സൂപ്പർ മാർക്കറ്റിലുള്ള സാധനങ്ങൾ സെയിൽസ് ആയി പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിൽ റീറ്റെയിൽ സെയിലായി പോവുക, ആ സെയിൽ ചെയ്താൽ മാത്രം മതി, അതിനുള്ള റിസ്ക് മാത്രമേ ഉള്ളൂ. അതല്ലാതെ അത് പോയിട്ട് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഈ എംപ്ലോയിയെ സംബന്ധിച്ച് ഉണ്ടാവുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വളരെ ടീം വർക്കിലായിരിക്കും, വളരെ സ്ട്രോങ് സെൻസ് ഓഫ് ടീം വർക്ക് ഉണ്ടായിരിക്കും, വളരെ സോഷ്യലൈസേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വലിയ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി സെലിബ്രേറ്റ് ചെയ്യാനും പറ്റും. ഇത്തരത്തിലുള്ള വർക്ക് കൾച്ചറുകൾ പറയുന്നതാണ് വർക്ക് ഹാർഡ് പ്ലേ ഹാർഡ് കൾച്ചർ. ഓക്കെ, അടുത്തത് ടഫ് ഗൈ മാച്ചോ കൾച്ചർ. Rapid feedback on high risk where stress comes from the high stakes of and potential for significant reward or failure. The focus is on immediate results, quick wins with less emphasis on long-term planning. This culture often promote aggressive competition, individualism, taking bold risk to succeed. ഇതിൽ ഫീഡ്ബാക്ക് വളരെ പെട്ടെന്നായിരിക്കും. ഓക്കെ, നിങ്ങൾ ചെയ്തതിൻ്റെ അതിൻ്റെ ഫീഡ്ബാക്ക് വളരെ പെട്ടെന്നായിരിക്കും. അതിൽ വളരെ സ്ട്രെസ് ഉണ്ട്, കാരണം വളരെ പൊട്ടൻഷ്യലാണ്. ഇത് സക്സസ് ആവാനും ഫെയിലിയർ ആവാനും സാധ്യതയുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സ്റ്റോക്ക് ട്രേഡിങ്, സ്റ്റോക്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും അത് ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പോവാനും സാധ്യതയുണ്ട്, വലിയ രീതിയിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടാനും സാധ്യതയുണ്ട്. അഡ്വർടൈസിങ് ഇൻഡസ്ട്രീസ്, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലോപ്പ് ആവാനും സാധ്യതയുണ്ട്. സിനിമയും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. ഇത് സിനിമ ഇറങ്ങി ഉടനെ തന്നെ അറിയാം നമുക്ക് അത് ഫ്ലോപ്പാണോ നല്ലതാണോ, ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്കറിയാൻ പറ്റും. അത് ഹൈ റിസ്ക് ആണ്, വളരെ പെട്ടെന്ന് ഫീഡ്ബാക്ക് കിട്ടും, പക്ഷെ ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. Industries where professionals make high stakes individuals decision daily. For example, stock traders experience intense pressure because they can make large profits or losses in short time. The environment is high risk, fast paced, rewards quick decision making, competitiveness. The culture rewards tough personalities that thrive under pressure. വല്ലാത്ത ഒരു പ്രഷറിലാണ് ഈ ഇത്തരത്തിലുള്ള ജോലികൾ മുഴുവൻ. വളരെ ഇൻഡിവിജ്വലിസം ആണ് അല്ലേ. നമുക്ക് സിനിമയിലൊക്കെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്കറിയാം, വലിയ ഓരോ വ്യക്തികളും അവരുടെ ഈഗോ, ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ, അതൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഈ ഒരു അൺസർട്ടനിറ്റി അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അവർക്ക് എടുക്കുന്ന സംഭവം വിജയിക്കുകയോ ഇല്ലയോ ഒക്കെ എന്നുള്ള വളരെ പ്രശ്നമുള്ള ഒരു കൾച്ചർ അതിലുണ്ട്. അതുപോലെ തന്നെ നോക്കൂ, എത്ര അധികം വളരെ മോശം സോഷ്യലി ആയിട്ടുള്ള വളരെ മോശമായിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടും ഓരോ സംഘടനകൾ എങ്ങനെയാണ് പെരുമാറുന്നത്, ഓരോ ആൾക്കാരെ എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത് എന്നൊക്കെ അതൊരു നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ആ കൾച്ചർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഈ ഒരു അൺസർട്ടനിറ്റി, വിജയിക്കുകയോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു അൺസർട്ടനിറ്റി വലിയൊരു പാർട്ടാണ് അതിൻ്റെ.
അടുത്തത് പ്രോസസ് കൾച്ചർ. ആക്ച്വലി ഇത് നമ്മുടെ ഇഗ്നോ നോട്ടിൽ പ്രഷർ കൾച്ചർ എന്നാണ് എഴുതുന്നത്. പ്രഷർ കൾച്ചർ എന്ന് പറഞ്ഞിട്ടൊരു കൾച്ചർ ഇല്ല, അത് എന്താ അറിയില്ല, ഇഗ്നോയിൽ തെറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇടുന്ന നോട്ടിലും തെറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പ്രോസസ് കൾച്ചർ എന്ന് നിങ്ങൾ തിരുത്തി വായിക്കണം. ഓക്കെ. Characteristics: slow feedback and low risk, where stress comes not from the external environment but from internal issues like bureaucratic hurdles, internal politics, inefficiencies in the systems. This culture focuses on long-term stable processes with a longer focus on immediate results, high rewards. It is typically a more conservative work environment where employees follow established procedures, which results in predictability, job security. Okay, the work is methodological and comfortable, but it feels stagnant and frustrated due to the slow pace of change or feedback. അറിയാലോ ബ്യൂറോക്രസി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഗവൺമെന്റ് ഏജൻസീസ് ആൻഡ് ലാർജ് മാനുഫാക്ചറിങ് കമ്പനീസ് വെയർ എംപ്ലോയീസ് ഫോളോ സ്ട്രിക്റ്റ് processes and there is little room for rapid change or innovations. The culture is stable and secure, but stress may come from navigating internal bureaucracy or inefficient systems that slow down the work progress. Okay. Bet the company. ഈ ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആണ്, ഹൈ റിസ്ക് ആണ്. ഓക്കെ, അത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അല്ലെങ്കിൽ എയറോസ്പേസ് കമ്പനി, ഇവരൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർക്ക് ചെയ്തതിന് ശേഷം, ഒരുപാട് റിസർച്ച് ചെയ്തതിന് ശേഷമാണ് അവർക്ക് ഒരുപക്ഷെ ഒരു നല്ല മെഡിസിൻ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പ്രോസസ് കൾച്ചറിന്റെ നമ്മുടെ ബ്യൂറോക്രസിയാണ് കേട്ടോ. അത് കണ്ടില്ലേ, ഗവൺമെന്റ് ഏജൻസീസ് ഓർ ലാർജ് മാനുഫാക്ചറിങ് കമ്പനീസ്, അതിലൊരു പ്രോസസ്സ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അതിൽ പ്രശ്നം എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്റേണൽ ബ്യൂറോക്രസിയിലാണ് ഇതിന്റെ സ്ട്രെസ് വരുന്നത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ റൂൾസ്, ഒരുപാട് റൂൾസ് ഫോളോ ചെയ്യേണ്ടതായിരിക്കും. ഒരു ഫയല് ആദ്യം LD ക്ലർക്ക് എടുക്കും, അതിനുശേഷം UD ക്ലർക്ക് എടുക്കും, അതിനുശേഷം അവിടെ പോകും ഇവിടെ പോകും. ഓക്കെ, NGOs, എല്ലാ NGOസിനും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ചില NGOs എംപ്ലോയീസ് ഇതിലും വരും. അതായത് എല്ലാ NGOസിനും നമുക്ക് വലിയ ലാർജ് NGOസിൽ ഇത്തരത്തിൽ പ്രോസസ്സാണ് അവരെ കൾച്ചറായിട്ട് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പറയാൻ പറ്റും. പക്ഷെ ചില ചെറിയ NGOs ഉണ്ട്, വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന NGOs ഉണ്ട്. അവരെ നമുക്ക് ഈ പ്രോസസ് കൾച്ചറിന്റെ ഉള്ളിൽ പെടുത്താൻ പറ്റില്ല. അതായത് നിങ്ങൾക്ക് ഒരു സ്ട്രെസ് എവിടെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതിന് ഒന്നുകൂടി ഞാൻ വായിക്കാം. The culture focuses on long-term stable process with a lower focus on immediate results or high rewards. It is typically a more conservative work environment where employees follow established procedures, okay, which results in predictability and job security. അവരുടെ ജോബൊന്നും പോവില്ല, അവരുടെ ജോലിയിലുള്ള ഇതിൽ എത്രത്തോളം എഫക്റ്റീവ്നെസ് ഉണ്ട് എന്നുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ദ വർക്ക് ഈസ് മെത്തഡോളജിക്കൽ ആൻഡ് കംഫർട്ടബിൾ. ഇതിലറിയാലോ, നിങ്ങൾക്ക് ഒരു അപേക്ഷ കിട്ടുന്നു, അപ്പൊ ആ അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ആ അപേക്ഷയിൽ എന്തൊക്കെ നോക്കണം എന്നുള്ളത് ഓൾറെഡി മെത്തേഡ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ലോ ഉണ്ട്. ഇയാളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടോ, ആധാർ കൊണ്ടുവന്നിട്ടുണ്ടോ, ആധാർ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അതിന്റെ ഫോട്ടോ കോപ്പി ഇല്ലെങ്കിൽ അയാൾ പറഞ്ഞുവിടാം, നിങ്ങൾ പോയിട്ട് ആധാർ കൊണ്ടുവരും. കാരണം ഈ മനുഷ്യനാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കൂടി നിങ്ങൾക്ക് ആ ആധാർ കോപ്പി ഇല്ലാതെ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ സ്ട്രെസ് എവിടെയാണ് വരുന്നത്? ആ ഇന്റർണൽ പ്രോസസ്സിലല്ലേ വരുന്നത്. അത്തരത്തിലുള്ള കൾച്ചറിനെയാണ് പ്രോസസ് കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബെറ്റ് ദ കമ്പനി, നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ. അതായത് ഒരു മെഡിസിൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനി, അവരെ സംബന്ധിച്ചുള്ള ആ മെഡിസിൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈ റിവാർഡ് ആയിരിക്കും. പക്ഷേ ഒരു 1-2 വർഷം റിസർച്ച് ചെയ്തിട്ടും നിങ്ങൾക്ക് അതിൽ സക്സസ് ആവാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലോ, ഒരു ഉറപ്പില്ലല്ലോ. നിങ്ങളൊരു ക്യാൻസറിന് ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ റിസർച്ച് ചെയ്യണം, അതിനു വേണ്ടിയിട്ട് ലക്ഷങ്ങളോ കോടികളോ ഇറക്കുകയാണ്.
അതിൻ്റെ എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ നിങ്ങൾക്ക്? അത് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള അൺസർട്ടൺ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ് ഇവിടെ ഉണ്ടാവുക. ബിറ്റ് ദ കമ്പനി കൾച്ചർ. അത് ഒരുപക്ഷെ ആ കമ്പനീനെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു ഇതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ വലിയ രീതിയിൽ കമ്പനീനെ വേറൊരു ലെവലിലേക്ക് എടുത്ത് ഉയർത്താൻ പറ്റുന്ന ഒരു ഔട്ട്കം ആയിരിക്കും വരിക. എയറോസ്പേസ് ഫേംസ് ഏത് തരത്തിലുള്ള റിസർച്ച് ആയാലും ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, നമുക്ക് ഒരു 5-10 മിനിറ്റിനുള്ളിൽ തീർക്കാമെന്ന് വിചാരിക്കുന്നു. 4 സ്ലൈഡ് കൂടി ഉണ്ട്. ഞാൻ ജസ്റ്റ് വായിച്ച് പോവാണ് കേട്ടോ. എന്നാൽ നമുക്ക് 1 മണിക്കൂറിലേക്ക് കൂടുതൽ അത് വല്ലാതെ വേറെ സ്ട്രെസ് ആയിരിക്കും നിങ്ങൾക്ക്, നമ്മൾ പഠിക്കുന്ന സ്ട്രെസ് അപ്പുറത്ത്. ഓക്കെ, എ സിമ്പിൾ പേഴ്സൺ ഹാസ് ഓക്കെ ദെൻ മെയിൻ ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണ് കൾച്ചർ ഇവോൾവ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ആദ്യം ഒരു വ്യക്തി, അയാളുടെ വ്യക്തിയുടെ മനസ്സിൽ ഒരു ഐഡിയ വരുന്നു. അതിനനുസരിച്ച് അയാൾ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നു. അയാളുടെ പേര് ഫൗണ്ടർ, അയാളാണ് ഫൗണ്ടർ. ഇനി ആ ഫൗണ്ടറെ ചുറ്റിപ്പറ്റി അയാളുടെ ഐഡിയയോട് ഒപ്പം നിൽക്കാൻ താല്പര്യമുള്ള, ഇയാൾ പറയുന്നത് ഓക്കെ എൻ്റെയും കൂടി ഒരു ഐഡിയ ആണെന്ന് തോന്നുന്ന ഒരു കോർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്, ചിലപ്പോൾ 4-5 ആൾക്കാർ അയാളുടെ ഒപ്പം കൂടുന്നു. ഓക്കെ, ഇവർ എന്നിട്ട് ഒരു ഓർഗനൈസേഷനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് അതൊരു ഓർഗനൈസേഷനായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. എങ്ങനെയാണത് ഡെവലപ്പ് ആവുന്നത്, ഓർഗനൈസേഷൻ കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നത്? സ്റ്റെപ്പ് ഓഫ് സോഷ്യലൈസേഷൻ ഇൻ ഓർഗനൈസേഷൻ. അതായത് ഒരു എംപ്ലോയി ഒരു ഓർഗനൈസേഷനിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരെ കൾച്ചർ അവരുടെ മനസ്സിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യാൻ. ചാരിറ്റി മാത്രമല്ല കേട്ടോ, അതായത് നേരത്തെ പറഞ്ഞ ഇതില് ഇപ്പോൾ ഈവൻ ടെസ്ല നിങ്ങൾക്ക് എടുക്കാം. ടെസ്ല എന്താ ചങ്ങാതി പേര്, ഇപ്പൊ അമേരിക്കയുടെ ക്യാബിനറ്റിലില്ലേ, ഇലോൺ മസ്ക്. ഇലോൺ മസ്കിന്റെ ഉദാഹരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലേ. ഇലോൺ മസ്കിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു, നമുക്ക് റോക്കറ്റ് വിക്ഷേപിക്കണം, അല്ലെങ്കിൽ വലിയ വലിയ കാറുകൾ ഉണ്ടാക്കണം. എന്നിട്ട് അയാളുടെ ഒരു കൂട്ടത്തിലുള്ള ആൾക്കാരോട് മുഴുവൻ ഇത് കൺവേ ചെയ്യുന്നു. അവർ ഓക്കെ പറയുന്നു. അതിനകത്ത് വലിയൊരു ഓർഗനൈസേഷൻ ആവുന്നു. അതിനനുസരിച്ച് ഒരു കൾച്ചർ അവർ ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, ഏതൊരു ഓർഗനൈസേഷൻ എടുത്തോ, ടെസ്ല എടുത്തോ, ആപ്പിൾ എടുത്തോ, ഫേസ്ബുക്ക് എടുത്തോ, അത് ഒരു അത്തരത്തിലുള്ള ഒരു കൾച്ചർ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് മാത്രമാണ് അവർ ഇത്രയും വലിയ കമ്പനി ആയത്. ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ കൾച്ചർ നമ്മൾ പഠിക്കുമ്പോൾ അത് വെറുതെ അങ്ങനെ ഒരു വലിയൊരു കമ്പനി ആവും, വലിയ ഇന്നോവേഷൻ വരുമല്ല. അതിലൊക്കെ ഇത്തരത്തിലുള്ള കൾച്ചറിന് വലിയ റോൾ പ്ലേ ചെയ്യാനുണ്ട്. ഓക്കെ, ഒരു എംപ്ലോയി ഓർഗനൈസേഷനിൽ വരുമ്പോൾ എങ്ങനെയാണ് അവരെ ഇത് എന്താ പറയുക ഇൻകൾക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് സെലക്ഷൻ ഓഫ് എൻട്രി പേഴ്സണൽ, അയാളെ ഓർഗനൈസേഷനിലേക്ക് എൻട്രി കൊടുക്കുന്നു, ഇന്റർവ്യൂ കൊടുത്ത് ജോബ് പ്ലേസ് ചെയ്യുന്നു. ആ ജോബ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ മെത്തേഡ് കംപ്ലീറ്റ് അവരെ ടീച്ച് ചെയ്യുന്നു. അതുപോലെ തന്നെ ടീച്ച് ചെയ്തതിന് ശേഷം അയാൾ ജോബ് ചെയ്യാൻ തുടങ്ങുന്നു. ഈ ജോബ് ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു റിവ്യൂ വരുന്നുണ്ട്. അതിൽ മെഷർ ചെയ്യുന്നുണ്ട് റിവാർഡ് പെർഫോമൻസ്. അയാൾ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും. അതുപോലെ തന്നെ നല്ലതാണെങ്കിൽ അവര് അതിന് റിവാർഡ് കൊടുക്കുകയും, അതല്ലെങ്കിൽ അതിന് ഫീഡ്ബാക്ക് കൊടുക്കുകയും അതിനെ തിരുത്താനുള്ള വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഓർഗനൈസേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അതുപോലെ തന്നെ അഡ്ഹിറൻസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് വാല്യൂസ്. എല്ലാ എംപ്ലോയീസും ന്യൂ എംപ്ലോയീസും വന്നതോട് കൂടിയിട്ട് കൾച്ചർ ഇൻവൈബ് ചെയ്യില്ല. പകരം അവരെ ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് HR ആയിക്കോട്ടെ, മാനേജർ ആയിക്കോട്ടെ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം ആവശ്യമാണ്. റീഇൻഫോഴ്സിങ് സ്റ്റോറീസ് ആൻഡ് ഫോക്ലോർസ്. ഇവരുടെ പഴയ കാലത്ത് എങ്ങനെയാണ് ഈ ഓർഗനൈസേഷൻ ഉണ്ടായത്, പണ്ട് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറയണം. പിന്നെ റെക്കഗ്നിഷൻ ആൻഡ് പ്രൊമോഷൻ. ഓക്കെ, ചേഞ്ചിങ് ഓർഗനൈസേഷൻ കൾച്ചർ. The following effort need to be undertaken in organization to develop organization culture. ഇത് ഓർഗനൈസേഷൻ്റെ കൾച്ചർ വളരെ ലോങ് ലാസ്റ്റിംഗ് ആണ്, അത്ര എളുപ്പമല്ല ചേഞ്ച് ചെയ്യാൻ. അത്തരത്തിൽ എങ്ങനെ ചേഞ്ച് ചെയ്യണം എന്ന് കൂടി ഇതിൽ നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഡെവലപ്പിംഗ് അലൈൻഡ് ആൻഡ് ഫോക്കസ്ഡ് ഓർഗനൈസേഷൻ ഈസ് മോഡൽ ഓഫ് ഓർഗനൈസേഷൻ കൾച്ചർ. അവരുടെ ഇപ്പോൾ ഓൾറെഡി ഒരു ഓർഗനൈസേഷൻ്റെ മിഷനും വിഷനും ഉണ്ടാകുമല്ലോ. ഈ മിഷനിലും വിഷനിലും ഈ പുതിയ ഐഡിയാസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതൊരു സ്ട്രാറ്റജിക് initiative to its mission, vision, external environment, human resource system, management practices and culture. Hence, achieving kind of organization prerequisite for developing new organization culture. ഈ
അത്തരത്തിലുള്ള ഐഡിയാസ് തന്നെ ഈ ഹ്യൂമൻ റിസോഴ്സ് സിസ്റ്റത്തിലായാലും ശരി, മാനേജ്മെൻറ്റ് പ്രാക്ടീസസിലായാലും ഇതിലെല്ലാത്തിലും ഇവർ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ രീതിയിൽ വർക്ക് ചെയ്യണം. പറയില്ലേ, പഴയ പോലെയല്ല, ഇപ്പോൾ എന്തൊക്കെയാണ് പുതിയ ചേഞ്ചസ് വരുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ അവരുടെ വിഷൻ മുതൽ എല്ലാ കാര്യത്തിലും അത് അലൈൻ ചെയ്തിട്ട് വരിക. ഓക്കെ, മാനേജിങ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഈസ് ഓഫ് പ്രൈം ഇമ്പോർട്ടൻറ്റ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ എക്സ്റ്റേണലായിട്ട് എന്തൊക്കെ നടക്കുന്നു എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ധാരണയും അതിനെ ഉൾക്കൊള്ളാനും ഓർഗനൈസേഷന് സാധിക്കണം. അതുപോലെ ന്യൂ ലീഡർഷിപ്പ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഓർഗനൈസേഷൻ പ്രൊവൈഡ്സ് റീസൺ ടു ചേഞ്ച് എക്സിസ്റ്റിംഗ് കൾച്ചർ. ഇതിൽ പറയുന്നത് ന്യൂ ലീഡർഷിപ്പ്, അതായത് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഒരു ഓർഗനൈസേഷൻ ചേഞ്ച് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അടുത്തതാണ് ലേണിംഗ് ഓർഗനൈസേഷൻ. നമുക്ക് 2 മിനിറ്റിനുള്ളിൽ 2-3 മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കാം കേട്ടോ. ലേണിംഗ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയൊരു കൺസെപ്റ്റാണ്. ഇത് കോയിൻ ചെയ്തിട്ടുള്ള പീറ്റർ സെങ്കെ 1991. അതായത് ഏതൊരു ഓർഗനൈസേഷനും നിലനിൽപ്പിന് എന്താ പറയുക, ഒരു ലേണിംഗ് ഓർഗനൈസേഷൻ ആവേണ്ട ആവശ്യകതയുണ്ട്. ഓക്കെ, അത് എങ്ങനെയാണ് ഒരു ലേണിംഗ് ഓർഗനൈസേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് അത് കൂടി നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം പിന്നെ എന്താണ് ഓക്കെ സെയിം തന്നെയാണല്ലോ. ഓക്കെ, ഇത് ആദ്യം പറയാം. സിസ്റ്റം തിങ്കിങ്, ദ ഐഡിയ ഡെവലപ്ഡ് ഫ്രം എ ബോഡി ഓഫ് വർക്ക്. ലേണിംഗ് ഓർഗനൈസേഷനൊക്കെ ഞാൻ വേറെ നമുക്ക് മാനേജ്മെൻറ്റ് പഠിക്കാനുണ്ട്, എന്നാലും നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ടും കൂടി പറയാം. ദ ഐഡിയ ഡെവലപ്ഡ് ഫ്രം ബോഡി ഓഫ് വർക്ക്, ദ കമ്മിറ്റ്മെൻറ്റ് ബൈ ആൻ ഇൻഡിവിജ്വൽ ടു ദ പ്രോസസ് ഓഫ് ലേണിംഗ്. ഓക്കെ, assumptions and generalization held by individuals and organizations. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഐഡിയ ഡെവലപ്ഡ് ഫ്രം എ ബോഡി ഓഫ് വർക്ക്. നിങ്ങൾ ഒരു വർക്ക് ചെയ്തോ, ഒരു പ്രത്യേക പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഐഡിയ, ഓക്കെ, അത് ഒരേ ടൈപ്പിൽ തന്നെ ചെയ്യേണ്ടതില്ലല്ലോ, വേറെ തരത്തിൽ നമുക്ക് ചെയ്യാം എന്നുള്ളത്. അതായത് എന്താണ് ആ പർപ്പസ്, ആ ജോലിയുടെ പർപ്പസ്, അത് ഡെവലപ്പ് ചെയ്തെടുക്കുക ആദ്യം. ഓക്കെ, അത് ഏത് തരത്തിലാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്, അതിനനുസരിച്ച് പിന്നെ നമുക്ക് ആ ടൈപ്പ് മാറ്റി വേറെ രീതിയിൽ നമുക്ക് ആക്കാൻ പറ്റും. ഓക്കെ, ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ലേണിംഗ് ഓർഗനൈസേഷൻ്റെ പ്രൈം മോട്ടീവ് തന്നെ ഇംപ്രൂവ്മെന്റ്സ് ആണ്. ഓക്കെ, ആ ചെയ്യുന്ന ജോലികൾ എങ്ങനെ ഇംപ്രൂവ് ചെയ്യുന്നുള്ളത്. ദ കമ്മിറ്റ്മെന്റ് ബൈ ഇൻഡിവിജ്വൽ ടു പ്രോസസ് ഓഫ് ലേണിംഗ്. ഓരോ എംപ്ലോയിൻ്റെയും കമ്മിറ്റ്മെന്റ് എത്രയാണ് പ്രോസസ് ഓഫ് ലേണിംഗിൽ. ആ ചെയ്യുന്ന കാര്യം അതേപോലെ ചെയ്യുകയാണോ, അതോ അതിൽ കൂടുതലായിട്ട് ലേൺ ചെയ്യാനും ആ പുതിയ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് എടുക്കാനുള്ള പേഴ്സണൽ മാസ്റ്ററി എത്രത്തോളം ഉണ്ട്. മെന്റൽ മോഡൽസ്, അസംഷൻസ് ആൻഡ് ജനറലൈസേഷൻസ് ഹെൽഡ് ബൈ ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻസ്. ഓക്കെ, ഇത് നന്നാവില്ല, ഇത് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, മനസ്സിലായി, ഇതൊക്കെ ഒരു അസംഷനാണ്. അല്ലെങ്കിൽ ഈ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. അവർക്ക് അവർ ആകാശം വരെ നിങ്ങളോട് ചോദിക്കും. കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കാല് മറന്ന വ്യക്തികളാണ്. അത്തരത്തിലുള്ള കസ്റ്റമറെ കുറിച്ച് കുറേ അസംഷൻസ്, ജനറലൈസേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നിങ്ങളെങ്ങനെ ഈ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് നിങ്ങളെങ്ങനെ ലേണിംഗ് ഓർഗനൈസേഷൻ ആവാം എന്നുള്ളത്, അത് ചില കാര്യങ്ങൾ നിങ്ങൾ ആ ജനറലൈസേഷൻ മാറ്റിയാൽ തന്നെ ഒരു പക്ഷേ അതിൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ മോട്ടിവേറ്റിംഗ് ദ സ്റ്റാഫ് ടു ലേൺ as it creates common identity that provides focus and energy of learning. Okay, shared vision, team learning. It is an accumulation of individual learning. It improves problem solving capacity of organization through better access to knowledge and expertise. ആസ് ആൻ ഓർഗനൈസേഷൻ എല്ലാവരുടെയും ഈ ട്രെയിനിങ്ങിലും ഡെവലപ്മെൻറ്റിലും കോൺഷ്യസ് ആയിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുകയാണെങ്കിൽ അതും ഒരു വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ലേണിംഗ് ഓർഗനൈസേഷൻ ഹാസ് ഫോളോയിങ് ഹ്യൂമൻ ഓറിയൻറ്റഡ് കൾച്ചർ, വാല്യൂസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അത് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഇൻ ഓർഗനൈസേഷൻ എവരി വൺ ക്യാൻ ബി എ സോഴ്സ് ഓഫ് യൂസ്ഫുൾ ഐഡിയാസ്. സം പേഴ്സണൽ ആർ ഗിവൺ ആക്സസ് ടു എനി
സോ പേഴ്സണൽ ആർ ഗിവൻ ആക്സസ് ടു എനി ഇൻഫർമേഷൻ. അതായത് ഓർഗനൈസേഷൻ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോവർബ് ഉണ്ടല്ലേ, ചെറിയോൻ പറയുന്നത് ആയാലും ചെവിട്ടിൽ പോകണമെന്ന്. അത് തന്നെയാണ് അതിൽ പറയുന്നത്, കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അടുത്തത് എംപവർമെന്റ് ഷുഡ് ബി പ്രൊമോട്ടഡ് ഇൻ ദ എൻറ്റയർ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ബിക്കോസ് ദ പേഴ്സൺ close to the problems usually possess the best ideas to solve them. Okay, അത് പറയാലോ, മീൻസ് എംപവർമെന്റ് എന്ന് പറയുന്നത് ആർക്ക്, മീൻസ് ടോപ്പ് മാനേജ്മെന്റിനാണോ കസ്റ്റമറെ ഒരു ഷോപ്പിൽ വന്ന് വലിയൊരു ഷോപ്പിംഗ് മാളിന്റെ ഒരു ഓണർക്കാണോ, ആ ഷോപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്കാണോ ഒരു കസ്റ്റമറുടെ ബിഹേവിയർ ആക്ച്വലി മനസ്സിലാക്കാൻ പറ്റുന്നത്? ഷോപ്പിന്റെ ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരുപക്ഷെ കസ്റ്റമേഴ്സിനെ കാണുന്നത് പോലും ഉണ്ടായിരിക്കില്ല, അയാൾ വേറെ ബിസിനസ് ഡീൽസ് ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ ആ ഷോപ്പിൽ ഫ്ലോറിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കും ആ ബിഹേവിയർ അറിയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ എംപവർമെന്റ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ബിക്കോസ് പേഴ്സൺസ് ക്ലോസ് ടു ദ പ്രോബ്ലംസ് യൂഷ്വലി പൊസസ് ദ ബെസ്റ്റ് ഐഡിയാസ് ടു സോൾവ് ദം. അപ്പൊ ഈ കസ്റ്റമർ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ ആർക്കാണ് പറ്റുക? ഈ ഷോപ്പിലെ ഫ്ലോറിൽ നിൽക്കുന്ന വ്യക്തിക്കാണ് പറ്റുക, അയാൾക്കാണ് അതിൽ കൂടുതൽ ഐഡിയ ഉണ്ടായിരിക്കുക. ലേണിംഗ് ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ ദ ഓർഗനൈസേഷണൽ ഹയറാർക്കി. ഓൾ എംപ്ലോയീസ് ബെനിഫിറ്റ് ഫ്രം ദിസ് പ്രോസസ്. ഓക്കെ, ടോപ്പ് ടു ബോട്ടം ആണ് പറയുന്നത്. ലേണിംഗ് ഇത്തരത്തിലുള്ള നോളജ് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസമിനേറ്റ് ചെയ്യുക ടോപ്പ് ടു ബോട്ടം. ന്യൂ ഐഡിയാസ് മസ്റ്റ് ബി എൻകറേജ്ഡ് ആൻഡ് റിവാർഡഡ്. Okay, mistake in the organization should be viewed as learning opportunities. Learning from failures is an important cultural value of employees. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Mistake in the organization should be viewed as learning opportunities. Learning from failures is an important cultural value of an employees. Okay, ഇത്രയാണ് ഉള്ളത്. കുറച്ച് വളരെ വലുതായി പോയി എന്ന് എനിക്കറിയാം. എന്തായാലും നിങ്ങൾ ഒരു തവണ കേട്ടിരുന്ന ക്ഷമയോടെ കേട്ടിരുന്നതിന് നന്ദി. ഞാൻ നോട്ട് അയച്ചുതരാം, 2 നോട്ട് അയച്ചുതരാം. മറ്റേ ഇഗ്നോന്റെ നോട്ട് ഇതിലും കുറച്ച് വലുതാണ്, എൻ്റെ നോട്ട് ഓൾമോസ്റ്റ് ചെറുതും കുറേ എക്സാമ്പിൾസൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ നോട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് തയ്യാറാക്കിയിട്ടാണ് ഒരുപാട് സമയം എടുത്തിട്ടാണ് ഇത്രയും ചെറുതാക്കിയത്. ഓക്കെ, അപ്പോൾ അറ്റ്ലീസ്റ്റ് എൻ്റെ നോട്ടെങ്കിലും വായിച്ചു നോക്കണം. ഓക്കെ, താങ്ക്സ്. ഞാൻ ഇനി അടുത്ത ക്ലാസ് എന്താണെന്നുള്ളത് പറയാം കേട്ടോ, ഗ്രൂപ്പിലിടാം.